വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരിലുമുള്ള ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, നല്ല മനസ്സ് വച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഉപജീവനത്തിൽ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ, ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഈമാനിലായി മരിക്കുവാനും ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും അൽ മുനാഫിഖൂന സൂറത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട, ഏറെ നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അൽ മുനാഫിഖൂന സൂറത്തിലെ ഈ അവസാന ഭാഗം. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ഹ്രസ്വമായിട്ട് വിശദീകരിക്കാം. നമ്മുടെ കുട്ടികളൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് മുന്നിലേക്ക് ഇരുന്നാൽ കുറച്ചും കൂടി റാഹത്താണ്. ചെറിയ കുട്ടികൾ ഒന്നും ഇങ്ങോട്ട് പോയി. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സ് വളരെ റാഹത്തുള്ളൊരു സദസ്സ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുനാഫിഖൂന സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് അല്ലാഹു പറയുന്ന കാര്യം നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ സൂറത്താണ് ഇത്, മുനാഫിഖൂന സൂറത്ത്. ഈ സൂറത്തിന്റെ അവസാന ഭാഗം അല്ലാഹു തആല മരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. 63-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ വഫാത്ത് നടന്നു. 63-ാമത്തെ സൂറത്താണ് മുനാഫിഖൂന സൂറത്ത്. 64-ാമത്തെ സൂറത്തിന്റെ പേര് തന്നെ തഗാബുൻ എന്നാണ്.
അള്ളാഹുവിന്റെ തിരുദൂതരുടെ വേർപാടാണ് ലോകത്തിന് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്നത് അതിലേക്ക് അറിയിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്ന വിഷയം ഏറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൽ ആദ്യത്തെ ആയത്ത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ അശ്രദ്ധ നമ്മിൽ ഒരിക്കലും വരാതിരിക്കാൻ, പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ ഉള്ളുണർത്തുന്ന രൂപത്തിലുള്ളൊരു വിളിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അപ്പോൾ തന്നെ ഈമാനുള്ള ആളുകൾക്ക് ഒരു ജിജ്ഞാസ വർദ്ധിക്കാൻ, ശേഷം പറയാൻ പോകുന്ന കാര്യം എന്തോ പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു അവൈക്കനിങ് ടെക്നിക് എന്ന് പറയാം, ഉള്ളുണർത്തുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. എന്നിട്ട് അല്ലാഹു പറയുന്നത് ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ധനം, അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ, ഇത് രണ്ടും അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധയിൽ ആക്കാതിരിക്കട്ടെ. സമ്പത്ത് കാരണം, അതുപോലെ തന്നെ സന്താനങ്ങൾ കാരണം അല്ലാഹുവിനുള്ള ചിന്തയിൽ നിന്ന് ഒരു പക്ഷേ മനുഷ്യൻ പിറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങളുടെ ധനം അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അധിക ആളുകളും അല്ലാഹുവിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ പോകുന്നത് സമ്പത്തിന്റെ വിഷയത്തിലും അതുപോലെ സന്താനങ്ങളുടെ വിഷയത്തിലും. അതുകൊണ്ടാണ് പ്രത്യേകം അല്ലാഹു തആല ആ കാര്യം ഉണർത്തുന്നത്. അല്ലാഹുവിലുള്ള ദിക്ർ, അവനിലുള്ള സ്മരണ, അത് എല്ലാ സമയത്തും ഒരു മനുഷ്യനിൽ വേണം, ഇടതടവില്ലാതെ വേണം. അതിന് ഒരു കാരണവശാലും നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ തടസ്സമാവരുത് എന്നാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല സമയബന്ധിതമായി 5 നേരത്തെ നിസ്കാരം നമ്മുടെ മേലിൽ നിർബന്ധമാക്കിയത്. ഇപ്പൊ നമ്മൾ സുബഹി 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ പല വഴികളിൽ ഇറങ്ങുന്നതാണ്. അല്ലാഹു നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് നിർബന്ധമായ ളുഹർ നിസ്കാരം വരുന്നത്. അത് കഴിഞ്ഞ് ഏറെ വൈകാതെ അസ്ർ നിസ്കാരം വരുന്നു, മഗ്രിബ് നിസ്കാരം തുടർന്ന് വരുന്നു, ഇശാ വല്ലാതെ വൈകാതെ വരുന്നു. അതിന്റെ ശേഷം നല്ലൊരു ഇടവേളക്ക് ശേഷമാണ് വീണ്ടും സുബഹി വരുന്നത്. എന്താ കാരണം? നമ്മുടെ ഉറക്കിനോ നമ്മുടെ വിശ്രമത്തിനോ നമ്മുടെ ജോലിക്കോ തടസ്സം വരാതെ, എന്നാൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും യാതൊരു ഇളവുമില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിലുള്ള ദിക്ർ നിലനിർത്താൻ. ഓരോ സമയം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എത്ര തിരക്കാണെങ്കിലും നമ്മൾ ളുഹർ നിസ്കരിച്ചോളണം, എത്ര ജോലി തിരക്കാണെങ്കിലും. അപ്പൊ ആ തിരക്കിനിടയിൽ അതൊക്കെ നിർത്തിവെച്ച് നോക്കൂ, അല്ലാഹു അക്ബർ, അവിടെ അല്ലാഹുവിനെ സ്മരിച്ചു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, അവിടെയും അല്ലാഹുവിനെ നമ്മൾ സ്മരിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ ഇതാ നേരിടിയിരിക്കുന്നു. വജ്ജഹത്തിലൂടെ നമ്മൾ അല്ലാഹുവിനെ. അത് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വിശിഷ്ടമായ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെയും നമ്മൾ അല്ലാഹുവിനെയാണ് സ്മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളൊരു സൂറത്ത് ഓതുമ്പോഴും അതിലും വരുന്നത് അല്ലാഹു. പിന്നെ നമ്മൾ സഹോദര അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്നു. അവിടെയും അല്ലാഹുവിനെ സ്മരിക്കാം.
ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹ് നമ്മൾ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി. ഒരു ഗ്യാപ്പും വേറെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 3 വട്ടം ചൊല്ലിയാൽ ഉടനെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുത്തിദാലിലേക്ക് വരുമ്പോൾ സമീഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവിനെ സ്മരിക്കും. ഒരു മനുഷ്യന്റെ ചിന്ത അതിൽ തന്നെ വരുമ്പോൾ സഹോദര വേറെ ഒന്നും കേറാനുള്ളൊരു ഗ്യാപ്പില്ലല്ലോ. റബ്ബനാ ലക്കൽ ഹംദ്, അവിടെയും റബ്ബിനെയാണ് നമ്മൾ ഓർക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാ പോകുന്നത്. അല്ലാഹു ഏറ്റവും വലിയവൻ. അത് കഴിഞ്ഞാൽ അതിലും ആ സുജൂദിലും നമ്മൾ ചൊല്ലുന്നത് പ്രധാനപ്പെട്ട തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അവിടെയും നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുമ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ നാമത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ പറയണം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും പറയുന്നത് റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് തുടങ്ങുന്നു. അവിടെയും റബ്ബിനെ ഓർക്കുന്നത്. വീണ്ടും സുജൂദിലേക്ക് പോവാണ്, വീണ്ടും നേരത്തെയുള്ളത് ആവർത്തിക്കുകയാണ്. ഇനി നോക്കൂ, അടുത്ത റക്അത്തിലേക്ക് വരികയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഈ ആദ്യത്തെ കാര്യങ്ങൾ തന്നെ വീണ്ടും വരുന്നത്. വജ്ഹത്ത് ചുരുങ്ങുന്നു മാത്രം. അടുത്ത റക്അത്തിലേക്ക് എത്തുമ്പോൾ സൂറത്ത് ചുരുങ്ങും. എന്തായിരുന്നാലും നിസ്കാരത്തിലുടനീളം അല്ലാഹുവിനെ ഓർക്കുന്നു. എന്നാൽ അതേ സമയത്ത് ചില ആളുകൾക്ക് സമ്പത്ത്, സന്താനങ്ങൾ ഈ നിസ്കാരത്തിനൊരു തടസ്സം. നിസ്കാരമാണ് ഏറ്റവും വലിയ ദിക്ർ. അഖിമിസ്വലാത ലിദിക്രി, അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞത് എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കരിക്കുക. അള്ളാഹുവിനെ ഓർക്കാനുള്ള നല്ലൊരു വഴിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. എന്നെ ഓർമ്മിക്കാൻ, എന്നെ സ്മരിക്കാൻ നിങ്ങൾ നിസ്കരിച്ചോളുക. നിസ്കാരത്തിൽ ആ ഒരു ചിന്ത മാത്രമാണ്. എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എത്ര തിരക്ക് ഒരാൾക്കുണ്ടെങ്കിലും ആരാണെങ്കിലും ഈ വിഷയത്തിൽ ഇളവില്ല. ബുദ്ധിയുണ്ടോ ശുദ്ധിയുണ്ടോ നിസ്കാരം നിർബന്ധം. ചിലർക്ക് സമ്പത്ത് അതിനൊരു തടസ്സമാവും. തിരക്കായി ബിസിയായി വീടിന്റെ നിർമ്മാണം കാരണം നിസ്കാരം ഒഴിവാക്കുന്നവർ, വീടിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ ഓടി നടക്കുകയാണ്, അതിന്റെ ഇടയിൽ നിസ്കാരം ഒഴിവാക്കുന്നു. ളുഹർ ചിലപ്പോൾ പോകുന്നു, തിരക്കാൻ. സഹോദര, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ഓട്ടത്തിനിടയിൽ അവനതാ നിസ്കാരം ഒഴിവാക്കുന്നു. അള്ളാഹിനെ ഓർമ്മിക്കാൻ സമയമില്ല. നിർബന്ധമായിട്ടും അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു അവസരമാണല്ലോ, അതിന് ആ സമയം അവൻ ചെലവഴിക്കേണ്ടതായിരുന്നു. പക്ഷെ പേരെന്താ? തിരക്ക. വലിയ മകന്റെ വീട് പണി, ചെറിയ മകന്റെ വീട് പണി, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ ജോലിക്കാർക്കിടയിൽ ചിലപ്പോ ജുമുഅ പോലും ഒഴിവാക്കി, നിർബന്ധമായ നിസ്കാരം പോലും ഒഴിവാക്കി അതിനുവേണ്ടി പോകുന്ന ആളുകൾ കൊല്ലങ്ങളോളം അധ്വാനിച്ചങ്ങനെ വീടുണ്ടാക്കും. അവസാനം ഒരു 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് പള്ളിക്കാട്ടിലെ കുടി വെട്ടി തയ്യാറാക്കുന്ന സഹോദരൻ നമുക്കൊരു വീട് തയ്യാറാക്കും. മണിക്കൂറുകൾ മതി, കൊല്ലങ്ങൾ വേണ്ട. അവിടെ കിടക്കുന്ന ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഒരിക്കലും നിങ്ങളെ ശ്രദ്ധയില്ലാത്തവർ ആക്കാതിരിക്കട്ടെ, അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു അശ്രദ്ധ നിങ്ങൾക്ക് വരാൻ പാടില്ല. പൊതുവെ മനുഷ്യന് അതിൽ ലയിച്ചു പോയാൽ ചിലപ്പോൾ അശ്രദ്ധ ഉണ്ടാകുമെന്നാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഈ സംബന്ധമായിട്ട് വേറെ ചില ആയത്തുകളിൽ പറയുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു ആയത്ത് ഞാൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ആലു ഇമ്രാൻ സൂറത്തിലൂടെ അല്ലാഹു പറയുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ. സ്ത്രീകള്, അതുപോലെ പുരുഷ സന്താനങ്ങള്, വൽ ഖനാതീരിൽ മുഖന്തറ,
വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും അതുപോലെ വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, വൽ ഖൈലിൽ മുസവ്വമ, ലക്ഷണമൊത്ത കുതിരകൾ, വൽ അൻആമി വൽ ഹർസ്, നാൽക്കാലി മൃഗങ്ങളും അതുപോലെ കൃഷികളും, അതിനോടുള്ള സ്നേഹം, അത് ജനങ്ങൾക്ക് അത് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ദാരിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഐഹികമായ ജീവിതത്തിന്റെ വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് ഏറ്റവും നല്ലത്. ഇവിടെ അള്ളാഹു പറയുന്നത് പൊതുവെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഏത്? സ്ത്രീകൾ, സന്താനങ്ങൾ, സ്വർണം, വെള്ളി, അതായത് സമ്പത്താണ് ഉദ്ദേശം. സ്വർണത്തിന്റെയും വെള്ളിയുടെയൊക്കെ സ്ഥാനത്താണല്ലോ, അതിനനുസരിച്ചാണല്ലോ കറൻസികൾ വരുന്നത്. ഒരു രാജ്യത്തെ കറൻസി മറ്റേ രാജ്യത്ത് മാറാൻ സാധിക്കുന്നു, വിനിമയം നടത്താൻ കഴിയുന്നു. അതുകൊണ്ട് ആദ്യകാലത്ത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ എങ്ങനെ ഉപയോഗിച്ചു, അതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ കടലാസിന്റെ കറൻസി നിൽക്കുന്നത്. അപ്പൊ സ്വർണത്തിന് സക്കാത്ത് വരുന്നത് പോലെ കറൻസിക്കും യഥാർത്ഥത്തിൽ സക്കാത്ത് വരുന്നുണ്ട്. ഇല്ല എന്ന് ചിലരൊക്കെ പറയുന്നത് അത് ഇസ്ലാമിന്റെ ആത്മാവിന് കത്തിവെക്കുക. വിനിമയം നടത്താൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രയവിക്രയങ്ങൾക്ക് മുഴുവനും ഉപയോഗിക്കുന്നത് കറൻസിയാണ്. എല്ലാം അതിന്റെ പരിധിയിലും. അള്ളാഹു പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, ലക്ഷണമൊത്ത കുതിരകൾ. ആദ്യകാലത്ത് കുതിര നല്ല വിലപിടിപ്പുള്ള വസ്തുവല്ലോ, ഇന്നും അങ്ങനെ തന്നെയാണ്, പക്ഷെ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഇന്ന് കാറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ, വാഹനത്തിന് ഉപയോഗിക്കുന്നത് പോലെ ആദ്യകാലത്ത് കുതിരകളെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും മുന്തിയത് കുതിരകളായിരുന്നു. അള്ളാന്റെ തിരുദൂതർ കഴുതകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് റസൂലിന്റെ വിനയാണത്. ബുറാഖ് അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു പ്രത്യേക യാത്രയിൽ മാത്രം വന്നതാണ്. ആ പേര് പറഞ്ഞൊക്കെ ഏറ്റവും വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പേര് പറയുന്ന എന്താണ്? റസൂൽ ബുറാഖ് ഉപയോഗിച്ചുകൊണ്ടാണ്. ബഡായി പൊട്ടിക്കണം. അള്ളാഹുവിന്റെ തിരുദൂതർ യാത്രക്ക് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് കഴുതകൾ. റസൂൽ ആ ലാളിത്യം കാണിക്കണം. സഹോദര, ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത് കുതിരകളോടുള്ള സ്നേഹം, നാൽക്കാലി മൃഗങ്ങളോടുള്ള സ്നേഹം, അതുപോലെ കൃഷിയോടുള്ള സ്നേഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ആവരുത്. കാരണം അള്ളാഹു പറയുന്നത് അതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ ചില വിഭവങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് ഏറ്റവും നല്ലത്, ഉത്തമമായത്. ശ്രദ്ധിക്കണം, ഏറെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അള്ളാഹു താല ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇതുപോലെ അള്ളാഹു താല സൂറത്ത് തൗബയിലും ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. ദുന്യാവിന്റെ അവസ്ഥ പറയുന്നുണ്ട്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാതാപിതാക്കള്, മക്കള്, ജ്യേഷ്ഠാനുജന്മാര്, ഭാര്യ, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, അതുപോലെ തന്നെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത്, കച്ചവട വസ്തുക്കൾ, ഏറെ സ്നേഹിക്കുന്ന വീടുകൾ. ഇതാണ് ഒരു 8 കാര്യങ്ങൾ അള്ളാഹു അവിടെ എണ്ണുന്നത്. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ഉള്ളതിനേക്കാൾ ഇഷ്ടം ഈ എണ്ണി പറഞ്ഞതിനോടുണ്ടായാൽ അവർ ശിക്ഷയെ പ്രതീക്ഷിക്കട്ടെ എന്നാണ് സൂറത്ത് തൗബയിലൂടെ അള്ളാഹു പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായിരുന്നാലും അള്ളാഹു താല ഈ ആയത്തിലൂടെ പറയുന്നത്, മുനാഫിഖൂന സൂറത്തിലൂടെ പറയുന്നത്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിലുള്ള ദിക്റിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. ഒരു കാരണവശാലും അങ്ങനെ വരരുത് എന്നാണ്. ഇപ്പൊ മദീനയിലുള്ള സ്വഹാബത്ത് ഒരൽപ്പം സന്തോഷം അവർക്ക് കൂടിയപ്പോ അള്ളാഹു ഉടനെ ആയത്തിറക്കിയല്ലോ. മക്കയിൽ അവർക്ക് ഒരുപാട് പ്രയാസമായിരുന്നു. നിരന്തരം മർദ്ദനങ്ങൾ അവർക്കെതിരെ വന്നു. ഭക്ഷണത്തിന് പ്രയാസം, വസ്ത്രത്തിന് പ്രയാസം, പാർപ്പിടത്തിന് പ്രയാസം. അവസാനം അവർ സ്വന്തം ജന്മനാട് വിട്ട് മദീനയിൽ പോയി. അൽഹംദുലില്ലാഹ്, മദീനയിൽ അവർക്ക് നല്ല റാഹത്തായിരുന്നു. അൻസാറുകൾ അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. അപ്പൊ ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള കളികളോ തമാശകളോ വേണ്ടാത്തതോ ഒന്നും അവരുടെ ജീവിതത്തിലില്ല. എന്നാലും ഒരല്പം കളിയും ചിരിയൊക്കെ കൂടി. അള്ളാഹ് വിലക്കിയ രൂപത്തിലില്ല. നല്ല റാഹത്തായ ജീവിതം. ഉടനെ അള്ളാഹു അൽ ഹദീദ് സൂറത്തിലെ 16-ാം വചനം പറഞ്ഞു, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അള്ളാഹു പറയുന്നത് ബ്ലോക്കാക്കി. അള്ളാഹു അതോടെ അമിതമായ സന്തോഷം വേണ്ട, ഇത് ദുന്യാവാണ്.
സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിലുള്ള സ്മരണയിലേക്കും അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും, അത് ഖുർആനാണ്, സ്വന്തം ഹൃദയങ്ങളും മയപ്പെടുത്താൻ സമയമായില്ലയോ? പൊട്ടിക്കരഞ്ഞുപോയി സ്വഹാബത്ത്. ആരാ സ്വഹാബിമാർ? ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ ജീവിച്ചവരാണവർ, നക്ഷത്ര തുല്യവരാണവർ, നീതിമാന്മാരാണവർ. അസ്ഹാബി കുല്ലുഹും ഉദൂൽ അസ്ഹാബി കന്നുജൂം, ഇതൊക്കെ പ്രവാചകർ അരുളിയതാണ്. അങ്ങനെയുള്ള സ്വഹാബിമാര് സഹോദര, അവർക്ക് അള്ളാഹു വിലക്കിയ കളികളോ തമാശകളോ ഒന്നുമില്ല. എന്നാൽ അതേ സമയം നോക്കൂ, അവരിൽ അല്പം സന്തോഷം കൂടുന്നു എന്ന് കണ്ടപ്പോ ദുനിയാവിന്റെ കാര്യത്തിൽ അത് വേണ്ട, അത് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഹൃദയത്തെ മയപ്പെടുത്താൻ സമയമായില്ലേ എന്ന് അള്ളാഹു ചോദിച്ചു. അടുത്ത് ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ രാത്രി മുഴുവനും ഹയാത്താക്കാനുള്ള പരിപാടിയാണ്. മഗ്രിബ് മുതൽ സുബഹി വരെ നല്ല നേരം വെളുക്കോളും പാടത്താണ്. അന്ന് അസറിന്റെ ശേഷം ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ചില കുട്ടികൾ മഴ പെയ്യാതിരിക്കാൻ നേർച്ചപ്പെട്ടിയിലേക്ക് കാശിട്ടത്ര. ഏതാ ഈ കാലം? ഇവിടെ ആകെ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായ ടൈമല്ല. ഒരു മഴ പെയ്യാൻ അഗാധമായി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ് അഥവാ പെയ്താൽ കളി മുടങ്ങുന്നുള്ള ആൾക്ക് നേർച്ചപ്പെട്ടിക്ക് പൈസ വേണം. അപ്പോൾ ഞാൻ ചിന്തിച്ച പഠിച്ച നേർച്ചപ്പെട്ടിക്ക് ഏതൊക്കെ രൂപത്തിൽ പൈസ വരും? ഇന്ന ആളെ ബിസിനസ് ഒന്ന് തകർന്നു കാണാൻ 313 ഉറുപ്പിക ഇട്ടാലോ? ഈ ജാതി ആളുകളുള്ള കാലാണ്. എവിടെത്തി സഹോദര നമ്മുടെ മാപ്പിള കുട്ടികളുടെ കളി? അവർക്കൊക്കെ അല്ലാഹു തആല നേരത്തെ താക്കീത് കൊടുത്തിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്, കിഴക്കിന്റെയും ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇവരൊക്കെ നശിപ്പിച്ചിട്ട് മറ്റൊരു കൂട്ടരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും പരാജയപ്പെട്ട കൂട്ടത്തിലല്ല. ഇത് കഴിയാത്തത് കൊണ്ടല്ല. അള്ളാഹു റസൂലിനോട് അള്ളാഹു പറഞ്ഞൊരു പ്രയോഗം, ഫദറുഹും യഖൂദു വയൽഅബു, നബിയെ അവരെ കാര്യം വിട്ടോളൂ, അവർ കളിക്കട്ടെ, അവർ വിനോദത്തിൽ ഏർപ്പെടട്ടെ, അവർ തെറ്റിൽ മുടുകട്ടെ. ഞാൻ കാണിച്ചു കൊടുക്കാന്ന പറഞ്ഞാൽ നന്നാവില്ലെങ്കിൽ തെളിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്ന ഭാഗത്തേക്ക് തെളിക്കാന്ന് പറഞ്ഞ പോലെ അവരെ കാര്യങ്ങൾ വിട്ടളി എന്ന് പറയുന്നു. ഖുർആനിൽ പറയുന്നു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആളുകളൊക്കെ മൊത്തത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ഒരിക്കലും ശരിയായി വരില്ല. ഒഴുക്കിനെതിരെ നീന്താൻ നല്ല പ്രയാസമായിരിക്കും, അനുകൂലമായി നീന്താൻ അത്ര പ്രയാസം ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവനവന്റെ ദീന് കാക്കണമെങ്കിൽ, അതായത് ഇപ്പൊ പറഞ്ഞ ആയത്ത് ശ്രദ്ധിക്കണമെങ്കിൽ നല്ല പണിയാണ് സഹോദര. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിലുള്ള സ്മരണയെ തൊട്ട് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അത് ഒരിക്കലും അതിന് കാരണമാകരുത്. പക്ഷെ പൊതുവെ ആളുകൾക്ക് അശ്രദ്ധയാണ്. സൂറത്ത് തകാസുറിൽ അള്ളാഹു അത് വിശദമായിട്ട് പറയുന്നു. പിന്നീട് അള്ളാഹു പറയുന്നത്, വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ പരാജിതരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, നഷ്ടക്കാരിൽപ്പെട്ടവരാണ് അവർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് നമുക്കൊരു തടസ്സമായാൽ അവർ പരാജിതരിൽപ്പെട്ടവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ പരാജയപ്പെട്ടവരിൽപ്പെട്ടവരാണ്, നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് എത്രമാത്രം ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ അടുത്ത ആയത്തിൽ പറയുന്നു, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. തുടർന്ന് അള്ളാഹു പറയുന്നത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. ആ പ്രയോഗം നോക്കൂ. നാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം കണക്കാക്കിയിട്ടുണ്ട്. ജനനമുണ്ടോ? മരണമുണ്ട്.
ആ മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. നാം നൽകിയതിൽ നിന്നാണ് പറഞ്ഞത്, നിങ്ങളതല്ല എന്നതിന്റെ അർത്ഥം. നമ്മൾ നൽകിയതാ. അതുകൊണ്ടാണ് സഹോദര, സമ്പത്തുള്ളവർക്ക് ഇല്ലാത്തവരെ കുതിര കയറാനോ കളിയാക്കാനോ പരിഹസിക്കാനോ അടിച്ചമർത്താനോ അവരെ അവഗണിക്കാനോ പാടില്ല എന്ന് പറയുന്നത്. അള്ളാഹു കൊടുത്ത സമ്പത്ത് പിൻവലിക്കാൻ എത്ര പെട്ടെന്നുണ്ട്. ചില ആളുകളുടെ ബിസിനസ്സൊക്കെ പെട്ടെന്നുണ്ട് തകർന്നു പോകും. അഹങ്കരിക്കാൻ പാടില്ല. ഒരിക്കലും സഹോദര അഹങ്കരിക്കാൻ പാടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അനുഭവം ഒരാളുടെ. അന്യായമായി ഒരു പള്ളിയിലെ ഉസ്താദിനെ ഒരു പ്രമുഖനായ മുതലാളി ഇറക്കി വിട്ടു. ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത്ര വലിയ സമ്പന്നനാണ്. അടിച്ചമർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അയാൾ കണ്ണീരൊലിപ്പിച്ചിറങ്ങിപ്പോയി. പിന്നെ സാവകാശം ഇയാളുടെ ബിസിനസ്സൊക്കെ തകർന്നു എന്ന് മാത്രമല്ല, അതേ പള്ളിന്റെ ചെരുവിൽ സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടതുകൊണ്ട് പള്ളിയിൽ വന്ന് അന്തിയുറങ്ങേണ്ട അവസ്ഥ വരികയും പള്ളിയുടെ ചെരുവിൽ വെച്ച് മരിക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ആരും ആരെയും അവഗണിക്കരുത്. അഹങ്കാരം പാടില്ല. കാരണം സമ്പത്ത് അള്ളാഹു തരുന്നതാണ്. ഖുർആൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഫാത്തിർ സൂറത്തിൽ അങ്ങനെ പറയുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം വായിക്കുന്നവർ, ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാഹ, അവർ നിസ്കാരം നിലനിർത്തും, അവർ അങ്ങനെയുള്ളവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. ആ പ്രയോഗം നോക്കൂ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന. അവന്റെ സ്വത്തിൽ നിന്ന് അവർ കൊടുക്കുമെന്നല്ല പറയുന്നത്, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കും. സിർറൻ വഅലാനിയ, പരസ്യമായും രഹസ്യമായും. യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 3 കാര്യങ്ങളാണ് അവിടെ ലാഭമുള്ള കച്ചവടമായി എണ്ണിയത്. 1 ഖുർആൻ ഓതലും, 2 നിസ്കാരം നിർവഹിക്കലും, 3 അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കലും. ഖുർആനിൽ ഒട്ടേറെ ആയത്തുകളിലൂടെ അത് സംബന്ധമായി പറയുന്നത്. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് അനവധി ആയത്തുകളിലൂടെ അള്ളാഹു ആ കാര്യം പറയുന്നു. ചെലവഴിച്ചാലുള്ള മഹത്വം, അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ചെലവഴിച്ചോളൂ. പക്ഷെ മനുഷ്യര് എത്ര മരണം വരുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ചെലവഴിക്കാൻ തോന്നില്ല. അവസാനം ഒന്നുമില്ലാതെ പോവാണ്. വരുന്ന സമയത്ത്, പ്രസവിച്ച് വരുന്ന സമയത്ത് കൈ മുറുക്കി പിടിച്ചിട്ടാണ് വരുന്നത്. എന്താ അതിന്റെ അർത്ഥം? മഹാന്മാര് പറയുന്നുണ്ട്, ദുന്യാവ് വേണം ഉണ്ടാക്കണം, മാന്തണം, അങ്ങനെ ഒരു ചിന്തയാണ്. അല്ലാതെ ഇൻഖിലാബ് എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അർത്ഥം വെച്ചോലുണ്ടോ? കൈ മുറുക്കി പിടിച്ചിട്ടാണ്. وفي قبض كف الطفل عند ولادة دليل على الحرص المركب في الحي وفي بسطها عند الممات إشارة إلى فانظروني قد خرجت بلا شيء. ഒരു കുട്ടി പ്രസവിക്കപ്പെടുന്ന സമയത്ത് കൈകൾ കൂട്ടിപ്പിടിച്ചു വരുന്നത് അത് ഐഹികമായ ജീവിതത്തോട്, സമ്പത്തിനോടുള്ളൊരു ആർത്തിയിലേക്ക് അതിന്റെ തെളിവാകുന്നു, അതിന്റെ രേഖയാകുന്നു. അത് നേരെ മറിച്ചോ, വഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറത്തുൻ ഇലാ ഫൻളുറൂനി ഖദ് ഖറജ്തു ബിലാ ഷൈഇൻ. എന്നാൽ മരിക്കുന്ന സമയത്ത് 2 കൈകളും നിവർത്തി പോകുന്നത് നോക്കൂ, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, എനിക്കൊന്നും വേണ്ട, ഇതാ ഞാൻ പോവാണ് എന്നറിയിക്കുന്നത് പോലെയാണ്. അത്ര ശരിയാണില്ലേ? പൊതുവെ ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. ചെലവഴിക്കാൻ തോന്നില്ല, സമ്പത്ത് ചെലവഴിക്കാൻ തോന്നില്ല. അതേ സമയത്ത് നോക്കൂ, നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ ജീവിതകാലം, ആയുഷ്കാലം മുഴുവനും സമ്പത്ത് സമാഹരിക്കാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്തു. പക്ഷെ കൊണ്ടുപോകുന്നതോ നസീബുക മിമ്മാ തജ്മഉ ദഹ്റ കുല്ലഹു ലഫീഫാനി തുദ്റജു ഫീഹി മാ വഹനൂതു. ഒരു കവി പാടുന്നത് അങ്ങനെയാണ്, കാലം മുഴുവനും നീ സമ്പാദിച്ച സമ്പത്ത്,
പക്ഷേ അതിൽ നിന്ന് കൊണ്ടുപോകുന്നത് 2 കഷ്ണം തുണിയും അതുപോലെ അല്പം കർപ്പൂരവും അതുപോലെ നമുക്ക് അല്പം പഞ്ഞിണ്ടാവും മൂക്കിൽ വെക്കാൻ. സഹോദര, നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിലും മലദ്വാരത്തിലും അതുപോലെ സുജൂദിന്റെ ആ ചെയ്യുന്ന അവയവങ്ങളുടെ ഭാഗത്ത് വെക്കാൻ അല്പം പഞ്ഞി പോരെ. ആകെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് മാത്രമാകും. ഈ ആഴ്ചയിൽ ഒരു സ്ഥലത്തൊരു ക്ലാസ്സിന് ചെന്നപ്പോ അസുഖമുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പ്രമേഹം അത് വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞ ആഴ്ച. ഡോക്ടർ മരുന്ന് എഴുതിയിട്ട് ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് താങ്കൾ നിർബന്ധമായിട്ടും എന്നെ വന്ന് കാണണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഡോക്ടർ മരിക്കുന്നത്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ ശരീരത്തിന്റെ കാര്യത്തിൽ 100ക്ക് 100 വിശ്വാസത്തിലാണ്. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എന്റെ മരുന്ന് കഴിഞ്ഞാൽ ഇനി ആ ഡോക്ടറുടെ അരികത്തിലേക്ക് പോകാൻ കഴിയില്ല, ഡോക്ടർ മരിച്ചു ഈ ആഴ്ച. ഇത്രയുള്ള സഹോദര, നമുക്കൊന്നൊരു ഗ്യാരണ്ടിയുമില്ല. ഞാൻ പറയുന്നത് നമ്മൾ ചെലവഴിച്ചത് മാത്രമാണ് സഹോദര. നമ്മുടെ വരുമാനം, നമ്മൾ ബാക്കി വെക്കുന്നത് മുഴുവനും അത് അനന്തരാവകാശികൾ. ഒരാളുടെ സ്വത്ത് എന്ന് പറയുന്നത് അയാൾ ചെലവഴിക്കുന്നതാ. 1 കോടി ബാങ്കിലുണ്ട്, വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നതാ. സഹോദര, കോടികളുടെ ആസ്തിയുണ്ട്, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്, വിദേശ നിർമ്മിത വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, 1.5 കോടിന്റെ വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ജുമുഅക്ക് വന്നതാ. ജുമുഅക്ക് വന്നപ്പോ ചിലപ്പോ സൊഫിന്റെ ഇടയിലൂടെ ചിലപ്പോൾ ബക്കറ്റിനൊരു പോക്കുണ്ട്. അധിക പള്ളിയിൽ നല്ല സമയം നോക്കിയിട്ട് ചിലരൊക്കെ ആ സമയത്ത് അഭിനയിക്കും. ഉറങ്ങിയിട്ടല്ല, ഒരു 10 റുപ്യ ഇടുന്നതിനോടുള്ള ആ വിരോധമാണ്. സഹോദര, ഞാൻ പറഞ്ഞ കോടികളുടെ ആസ്തിയുള്ള ആളൊരു 100 രൂപ ബക്കറ്റിലേക്ക് ഇട്ടു. അത് അയാളെ സ്വത്താണ്. ആ 100 രൂപ അയാളുടേതാണ് എന്ന് പറയും. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഹൃദയാഘാതം സംഭവിച്ചു മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. അയാളുടെ കോടികളുടെ ബാങ്ക് ബാലൻസ് ആർക്കാം? അത് അയാളുടേതായില്ല, അത് മക്കൾ ഓഹരി നോക്കും. സഹോദര, ഏക്കറക്കണക്കിന് അദ്ദേഹത്തിന്റെ തോട്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ അനന്തരാവകാശികളുടേതാണ്. അദ്ദേഹത്തിന്റെ വളപ്പിൽ നിന്ന് ഒരു തെങ്ങ് അദ്ദേഹം പള്ളിയിലേക്ക് കൊടുത്തിരുന്നു. കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞപ്പോൾ അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കിടക്കട്ടെ, ഒരു തെങ്ങ്, ആയിരക്കണക്കിന് തെങ്ങിന്റെ കൂട്ടത്തിൽ ഒരു തെങ്ങ്, ആ ഒരു തെങ്ങ് അയാൾക്കുള്ളതാണ്. 100 രൂപ അയാൾ ആ ബക്കറ്റിലിട്ട് അത് അയാൾക്കുള്ളതാണ്. ബാക്കിയുള്ളത് മുഴുവനും സഹോദര അയാളെ സ്വത്തല്ലാതെയായി. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പിന്നാലെ വല്ലാതെ കൂടരുത്. തീരെ വേണ്ടെന്നല്ല. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞില്ല, നബിയെ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും അങ്ങയെ ഏൽപ്പിക്കുന്നു, ഒന്നും വേണ്ട എനിക്ക്, എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ. റസൂൽ പറഞ്ഞു, അബൂ ലുബാബ വേണ്ട, 1/3 മതി, 1/3 മതി, ബാക്കി ബന്ധുക്കൾക്ക് കിടക്കട്ടെ. മക്കളില്ലേ? 1/3 മാത്രമേ സഹോദര വസിയത്ത് ചെയ്യാൻ പോലും പറ്റൂ. ഇസ്ലാം പ്രകൃതി മതമാണ്. ഒന്നായിട്ട് വാരി വലിച്ചു കൊടുക്കണമെന്നില്ല. ജനവിന്റെ മക്കളും ആരും ഇല്ലാത്തവർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവർക്കതിന്റെ ഫലമുണ്ട്. ജാമിഅ നൂരിയക്ക് കൊടുത്ത വാപ്പു ഹാജിയുടെ സ്വത്ത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഞങ്ങൾ ജാമിഅ നൂരിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ 6000-ലധികം. ഈ പറയുന്നതിന്റെയൊക്കെ വിഹിതം ആ നല്ല മനുഷ്യന്റെ ഖബറിലേക്ക്, പട്ടിക്കാട് ജാമിയയുടെ ചാരത്ത്, പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് പോകും. ഞാനിപ്പോ ഈ പറയുന്നതിന്റെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നാണ് 2 കൊല്ലം അവിടെ പഠിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചത്. അതിന് ബാക്കിയുള്ള അങ്ങനെ എത്ര നല്ല മനുഷ്യന്മാരെ കഴിഞ്ഞുപോയി സഹോദര. നമ്മളിരിക്കുന്ന മനോഹരമായ പള്ളി ഇങ്ങനെ നമ്മൾ ചെലവ് ചെയ്ത നമ്മുടെ വിയർപ്പിന്റെ ഭാഗമാണ്. ഇങ്ങനെ 10,000-കണക്കിന് പള്ളികളും മദ്രസകളും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളൂ എന്നാണ്. മരണം വരുന്നതിന് മുമ്പ് ചെലവഴിച്ചോളൂ. തോന്നൂല സഹോദര. 2000-ന്റെ ഒറ്റ നോട്ട് അല്ലെങ്കിൽ 500-ന്റെ പുത്തൻ നോട്ട് ചെലവഴിക്കാൻ തോന്നൂല സഹോദര. കെട്ടിപ്പൂട്ടി വെച്ചിട്ടൊരു കാര്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാ. നമ്മൾ പൊന്നുപോലെ കരുതി 1000-ന്റെയും 500-ന്റെയും നോട്ടിന്റെ കഥ നമുക്കറിയാം. അത്രയുള്ളൂ ദുനിയാവിന്റെ കഥ. വിലപിടിപ്പുള്ള ആ വസ്തുക്കൾ വെട്ടി നുറുക്കി ചാക്ക് കണക്കിന് പ്ലൈവുഡിന് വേണ്ടി ആ കമ്പനിയിലേക്ക് എത്തിച്ച രംഗം ഇടനെഞ്ച് തകരും പോലെ തോന്നും. അതിനെ വല്ലാതെ സ്നേഹിക്കുന്നവർ. വിലയില്ല, ഇല്ലെങ്കിൽ ഒരു വിലയില്ല, ഉണ്ടെങ്കിൽ വലിയ വിലയാണ്. അപ്പൊ ഉണ്ടെങ്കിൽ മൂല്യമുണ്ടാകുമ്പോൾ ആ മൂല്യമുള്ളതിനെ നല്ല വഴിക്ക് നമ്മൾ ചിലവാക്കണം. അതിന് ഏറ്റവും മുഷിഞ്ഞതും ഏറ്റവും ചെറുതും അല്ല നമ്മൾ അന്വേഷിക്കണം, വലുതന്നെ കൊടുക്കാൻ കഴിയണമെന്നില്ല.
ഈ ആഴ്ചയിൽ ഒരു സ്ഥലത്ത് ക്ലാസ് നടക്കുന്നിടത്ത് ഇരിക്കാനുള്ള ചെയറുകൾ മുഴുവനും ഫുള്ളാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്ലാസ്. കുറെ ആളുകൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ സാഹസിനോട് പറഞ്ഞു, നമ്മൾ ഒരുപാട് കസേര വാങ്ങിയതാണ്, ആളുകൾക്ക് മുഴുവനും ഇരിക്കാൻ സ്ഥലമല്ല, ബെഞ്ചാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു കസാലയിൽ രണ്ടാൾ ഇരിക്കാൻ നടക്കൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിവിന്റെ പരമാവധി കുറച്ച് കസേരയും കൂടി വാങ്ങിയാൽ അൽഹംദുലില്ലാഹ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഉടൻ തന്നെ ഒരാൾ 10 കസേര, വേറൊരാൾ 5 കസേര, ഒരാൾ 2000 ഒറ്റ നോട്ട്, ഇങ്ങനെയാണ് തരാൻ തുടങ്ങി. അവസാനം മതി എന്ന് പറഞ്ഞു. ആളുകൾ തരാൻ തയ്യാറാണ്, നല്ല മനസ്സിന്റെ ഉടമകൾ. കാരണം അതാണുള്ള വരുമാനം, അതാണ് വരുമാനം. സഹോദര, അല്ലാഹു പറയുന്നത് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളൂ. പക്ഷെ പൊതുവെ ആളുകളുടെ അവസ്ഥ എന്താ? ചെലവഴിക്കാൻ തോന്നൂല. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ എത്ര ഉണ്ടെങ്കിലും അതൊക്കെയാണ് പറഞ്ഞപ്പോൾ മരത്തിന്റെ അരകൾ നോക്കും നിങ്ങൾ, അതിനെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്ക് തോന്നിപ്പോകും കാലാകാലം അങ്ങനെ നിൽക്കും. ഇല്ല, അതങ്ങനെ മഞ്ഞ കളറിലേക്കും പിന്നെ ഡാർക്ക് കളറിലേക്കും വന്നു പോകും. ഖുർആനും അങ്ങനെ പറയുന്നത്. ദുനിയാവിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് അത് മടക്ക് മുളച്ചു വരുന്ന സസ്യങ്ങളെ പോലെയാണെന്ന്. പിന്നെ അത് മഞ്ഞ കളറായിട്ട് പിന്നെ അത് കറുപ്പ് കളറായി അത് നുരുമ്പി പോകുന്നു. അലാ ഇന്നമദ്ദുനിയാ നളാറതു ഐകതിൻ ഇദഖ്ലറ മിൻഹാ ജാനിബുൻ ജഫ ജാനിബു. കവി അങ്ങനെയാണ് പാടിയത്. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മരക്കാവിലെ ശോഭ പോലെയാണ്. അതിന്റെ ഒരു ഭാഗം ഉണങ്ങുമ്പോൾ ഒരു ഭാഗം പച്ച പിടിച്ചു വരുന്നു. പുതിയ ഇലകൾ വരുമ്പോൾ അതിന്റെ കൂമ്പ്, അതിന്റെ സൂചിമുള എത്ര ലോലമാണ്. നല്ല ഇളം പച്ചപ്പ്, പിന്നെ കടും പച്ചയായിട്ട് വരുന്നു, അതിന്റെ യൗവനാണ്. പിന്നെ വാർദ്ധക്യത്തിലെത്തുകയാണ്, അത് മഞ്ഞയാവാണ്, പിന്നെ അത് ചുവപ്പ്, പിന്നെ അത് കറുപ്പ്, അങ്ങനെ അത് വീഴുന്നു, പിന്നെ അങ്ങനെ ഡാർക്ക് കളറായി, പിന്നെ അത് നുരുമ്പി ഒന്നുമല്ലാതെ പോയി. ഇത്രേ ഉള്ളൂ നമ്മൾ. അതല്ലെങ്കിൽ അലാ ഇന്നമദ്ദുനിയാ കഅഹ്ലാമി നായിമിൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു ഉറങ്ങുന്ന ആളുടെ സ്വപ്നം പോലെയാണെന്നാണ്. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭൂതികൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്? ഒക്കെ നടക്കുന്നതാണോ? ഇല്ല. സ്വപ്നത്തിൽ പലതും നമ്മൾ കാണും. ചിലപ്പോൾ അമേരിക്കയിൽ പോകും, ഞാൻ എയർപോർട്ടിൽ ആകെ അലമ്പാകാണ്, ബെഡിൽ കിടന്ന് കാണാണ്, കൂട്ടിലങ്ങാടി കിടന്നിട്ട് ട്രംപ് അവിടെ തടയാണ്, കിനാവ് കാണുന്നതാണ്. മുസ്ലിം ആയതുകൊണ്ട് എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് റബ്ബെ ചെയ്യാ എന്നറിയാതെ അവൻ ആകെ പ്രയാസപ്പെട്ട് അതിൽ പെട്ടെന്ന് ഞെട്ടിയുണ്ടരാ, ഒന്ന് വേർത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഏഷ്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി വന്നത്, കൂട്ടിലങ്ങാടിയിൽ നിന്ന് അവർ അമേരിക്കയിൽ പോയി വരാൻ പണിയില്ല. സ്വപ്നാണത്. ഇതുപോലെയാണ് സഹോദര ദുനിയാവും ഒരു സ്വപ്നം പോലെ എന്ന് പറയാൻ കാരണം എത്ര പെട്ടെന്നാ ചില ആളുകൾ കഴിഞ്ഞു വീണ് മരിക്കുന്നത്. നല്ല ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ല സമ്പത്തും കാര്യങ്ങളും ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഘട്ടത്തിൽ ഇതാ പോയി, ഒരു നെഞ്ചുവേദന അടിച്ചുപോയി. ഒരു ബൾബ് ഫീസാവും പോലെ, അത്രയും ഗ്യാരണ്ടി ഇല്ല. അതിനെ കുറച്ച് ഗ്യാരണ്ടി ഉണ്ടാവും, ഫീസായ വേറെ കിട്ടും. ചൈന എന്തൊക്കെ ഇറക്കുന്നു, ചെറിയ വസ്തുക്കൾ റോഡിന്റെ സൈഡിലൊക്കെ കാണാൻ ചിലപ്പോൾ ചൈന ഇറക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് വിൽപ്പന നടത്തും. അതിനും ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ആ മരണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ വേഗത്തിൽ ചെലവഴിച്ചോളൂ. ആ ഒരു ഓർമ്മ നമുക്ക് വേണമെന്നാണ്, ചെലവഴിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹു അതിന്റെ ശേഷം പറയുന്നത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. തുടർന്ന് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പും അതുപോലെ ആ എത്തുന്ന സമയത്ത് നാഥാ എനിക്ക് ഒരടുത്ത സമയത്തേക്കൊന്ന് പിന്തിച്ച് തരണമേ എന്ന് പറയുന്നതിന് മുമ്പും നിങ്ങൾ ചെലവഴിച്ചോളൂ. മരണം വരുന്ന സമയത്ത് ഏതൊരാളും വിളിച്ചു പറയും, പടച്ചോനെ ഒരൽപ്പം എനിക്ക് പിന്തിച്ച് തരണേ എന്ന് പറയും. ഏതൊരാളും മരിക്കുന്ന സമയത്ത് പറയും, ഒരൽപ്പം എനിക്ക് പിന്തിച്ച്. അങ്ങനെയാണെങ്കിൽ ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. നാദാ ഞാൻ സദഖ ചെയ്യാം, ഞാൻ ധർമ്മം ചെയ്യാം, ഞാൻ സുഹൃതങ്ങൾ ചെയ്യാം, അല്ലാഹുവേ ഒരൽപ്പം എനിക്ക് പിന്തിച്ചു തരണമേ എന്ന് ഓരോരുത്തരും പറയും. അതിന്റെ മുമ്പ് ചെലവഴിച്ചോളൂ. എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ് സഹോദരാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണവാർത്ത കേൾക്കുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. മാത ഫുലാൻ വമാത ഫുലാൻ, ഇന്നാലിന്നാള് മരിച്ചു, ഇന്നാലിന്നവൻ മരിച്ചു എന്ന് പറയും. പക്ഷേ മാത ഉമർ,
ഇന്നാലിന്നാള് മരിച്ചു, മറ്റേ ആള് മരിച്ചു, അടുത്ത ആള് മരിച്ചു. ആളുകൾ പറയുന്നുണ്ട് മാത്ത ഉമറു, ഉമർ മരിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണവാർത്ത കേൾക്കുമ്പോ കരയുമായിരുന്നു. നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്ന കേൾക്കും. നമ്മൾ കാത് കൂർപ്പിച്ചു. ആരാ മരിച്ചത്? അത് നമ്മളെ മഹലിലല്ല, അപ്പുറത്തെ മഹലില. എപ്പോഴാ മയ്യത്തെടുക്കുക? 10 മണിക്ക്. നമ്മളാ വിഷയം വിട്ടു. മരിച്ചാളെ അവസ്ഥ ആലോചിച്ചു. അങ്ങനെ ഒരു ഗതി നമുക്കും വരാനുണ്ട് എന്നുള്ളൊരവസ്ഥ നമ്മൾ ഓർക്കണ്ടേ? അപ്പൊ നമ്മൾ ചെലവഴിക്കും. അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് സമയമുണ്ടാവും. ഇതൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആളുകൾ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ഓർക്കണം സഹോദര, മറ്റുള്ളവർ നമ്മൾ കുളിപ്പിക്കുന്ന രംഗം നമ്മൾ ഓർക്കണം. നമ്മുടെ കാലിൽ നിന്ന്, നമ്മുടെ വിരലുകളിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്നത് മലക്ക് തുടങ്ങുന്ന ആ ഘട്ടം ഓർക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ 2 കണങ്കാലുകൾ ഇങ്ങനെ അസ്വസ്ഥത കാരണം നമ്മൾ കൂട്ടിപ്പിണക്കുന്ന സന്ദർഭം. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ആത്മാവ് തന്തക്കുഴിയിലെത്തുന്ന സന്ദർഭം. നീ ആരുണ്ടിവനെ മന്ത്രിച്ചൂതാൻ, അതായത് ആരുണ്ടിവനെ ചികിത്സിക്കാൻ എന്ന് ചുറ്റുഭാഗത്തുള്ള ആളുകൾ പറയുന്ന സന്ദർഭം ഖുർആൻ പറഞ്ഞില്ലേ, വളന്ന അന്നഹുൽ ഫിറാഖ്, ഇത് തന്റെ വേർപാട് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലാണ്ട ടൈമുണ്ട്. ഗ്യാസ് സംബന്ധമായ പ്രശ്നം കാരണം നെഞ്ചുവേദന വരുമ്പോ ആ ഉറപ്പുണ്ടാവില്ല. ഞാൻ മരിക്കാമെന്ന് തോന്നൂല. എന്നാ സഹോദര നമ്മുടെ കാലുകളിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ ഉറപ്പായി ഇത് തന്റെ വേർപാട് തന്നെയാണ്, ഇനി തിരിച്ചു പോക്കില്ല. ഒരു കണങ്കാല് മറ്റേ കണങ്കാലുമായി കൂട്ടിപ്പിണക്കാൻ തുടങ്ങി. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗതി നമുക്ക് വരാനുണ്ട്. അങ്ങനെ ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടം. ആ സന്ദർഭത്തിൽ ആള് പറയുന്നത്, പടച്ചോനെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പം കുറച്ചെങ്കിലും ഒന്ന് പിന്തിച്ചു തരും, ഞാൻ സ്വതക്ക ചെയ്തോളനാഥാ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളാം. ഇപ്പൊ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ മൂല്യം നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് സമയം ചെലവഴിക്കുന്നത്. പള്ളിയിൽ ഇരുന്നാലും നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഒരു സെക്കൻഡ് പള്ളിയിൽ ഇരുന്നാൽ അൽഹംദുലില്ലാഹ് വലിയ നേട്ടാണ്. പക്ഷെ വേഗം പുറത്തു പോകാൻ തോന്നുന്നു. പുറത്താണെങ്കിലോ അങ്ങാടി അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ്. പിശാചുക്കളുടെ കേന്ദ്രമാണത്. അങ്ങാടിയിൽ നിന്ന് നാട്ടിലേക്കോ വീട്ടിലേക്കോ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. മനുഷ്യന്റെ സ്വഭാവമാണല്ലോ. സത്യത്തിൽ സഹോദര, നമ്മൾ പള്ളിയിൽ ഹൗദിലിട്ട മീങ്ങളെ പോലെ ആവണം, കൂട്ടിലകപ്പെട്ട പക്ഷികളെ പോലെ ആകരുതേ മുഹമ്മദ് മുസ്തഫ. എന്താ അങ്ങനെ പറയാൻ കാരണം? വെള്ളത്തിലിട്ട മീനിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ നിന്ന് ആ വെള്ളത്തെ വിട്ടു പോകാൻ മീനിന് കഴിയില്ല. മത്സ്യത്തിന്റെ സ്വഭാവം എന്താ? വെള്ളം വിട്ടുപോയാൽ പ്രശ്നം, വെള്ളം നിർബന്ധം. അതുപോലെയാണ് പള്ളി കയറിയ ഒരു മുഅ്മിനായ മനുഷ്യൻ. എന്നാൽ സഹോദര, അതേസമയം കൂട്ടിലകപ്പെട്ട പക്ഷിയുടെ അവസ്ഥ എന്താ? അത് വ്യഗ്രത കാണിക്കുന്നത് കൂട്ടിൽ നിന്ന് പുറത്തു പോകാനാ. കൂട്ടിൽ നിന്ന് പുറത്തു പോകാനാണ്. വാതിൽ തുറന്നാ അത് പുറത്തേക്ക് പറന്നു. അങ്ങനെ ആവരുതേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പള്ളിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു ചാടാൻ കരുതുക. നിസ്കാരം കഴിഞ്ഞാൽ ഓടാൻ നിൽക്കുകയാണ്. വഴക്ക് നിൽക്കാൻ മനസ്സ് വരുന്നില്ല. വെറുതെ തിരക്ക് അഭിനയിക്കുന്നവരുണ്ട്. വെറുതെ തിരക്ക് അഭിനയിക്കും. അള്ളാഹ് വിചാരിച്ചാൽ നമുക്ക് തിരക്കുണ്ടാക്കിക്കൂടെ? ഒരു സെക്കൻഡ് നമുക്ക് പള്ളിയിൽ കിട്ടിയ എഴുത്തിക്കാവിന്റെ നെയ്യത്തോടു കൂടെ അൽഹംദുലില്ലാഹ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. ആ സമയം അമൂല്യമാണ്. എന്ന ആളുകൾ വെറുതെ സമയം കളയാണ്. അത് യാതൊരു മടിയില്ല. ഞാൻ പറഞ്ഞില്ലേ സഹോദര, ഫുട്ബോൾ മത്സരം കാണുന്നതിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഒരല്പം കളിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഒരുപാട് മണിക്കൂറുകൾ സഹോദര ഗ്യാലറിയിൽ ഇരുന്ന് ഒരു നല്ല ചെയറ് കൊടുത്തൊരു വളലിന്റെ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മടുപ്പാ, ഇരിക്കാൻ കഴിയുന്നില്ല. എന്ന കവുങ്ങ് പൊളിച്ച് മലർത്തി കിടത്തി അയ്മലായിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിടത്തി അയ്മലായിരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല. എത്ര മണിക്കൂർ ഇരുന്നാലും ഒരു നല്ല ദീനിന്റെ ശാസ്ത്രം നല്ലൊരു കസേരട്ട് കൊടുത്താലും ഞാൻ പോരെ, കൂടുതൽ ഇരിക്കാൻ കഴിയില്ല. എന്നാ അതേ സമയത്തോ ഇവിടെ നോക്കുക, ആ ഗ്യാലറിയിൽ എത്ര ഇടങ്ങാറായി ഇരിക്കുന്നത്. ചിലപ്പോൾ തുണി ചളിയാകുന്നുള്ള പേരുണ്ടെങ്കിൽ അത് തുണി ഉയർത്തിയിട്ട് ട്രൗസറിന്റെ മേലെ ഇരുന്നിട്ടുണ്ടാവും. അത് പിന്നെ അലക്കി കൊടുക്കാൻ ഒരു പെണ്ണ് വരെയുണ്ടല്ലോ.
ചിന്തിച്ചു നോക്കി, ഒരു മടിയില്ല. ഒരു ഗാനമേളയുടെ സദസ്സിൽ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, കസേരയും വേണ്ട, ഒന്നും വേണ്ട, ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കും. നല്ല കാര്യങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ മടി ഉണ്ടാവും. മോശപ്പെട്ടതാണെങ്കിൽ ബോക്സൊക്കെ തള്ളിയിടും ആളുകൾ തേരൊക്കെ. ആ ജാതി വരവായിരിക്കും. ഓർക്കണം സഹോദര, സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മളിപ്പോ സമയത്തിന്റെ വില പല ആളുകൾക്കും അറിയില്ല. നമുക്ക് ദുന്യാവുന്നതിന് ചിലപ്പോൾ സമയത്തിന്റെ മൂല്യം അറിയുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ അല്ലേ? നിങ്ങളിപ്പോ ഇവിടെ നിന്ന് കലക്ട്രേറ്റിലേക്ക് പോകണം, ഒരു പേപ്പർ ശരിയാക്കാൻ. നമ്മൾ എന്ത് ചെയ്താൽ അസ്ർ നിസ്കരിച്ച് 5 മണിക്കാണ് ഓഫീസ് അടയ്ക്കുക. ഇവിടുന്ന് കലക്ടറിലേക്ക് പോകാൻ കുറച്ച് ടൈം പോരെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നു. ഒരു 4:30 പോകാൻ തീരുമാനിച്ചു. അതിന് അരമണിക്കൂർ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്ന് ആ പേപ്പർ ശരിയായിട്ടില്ലെങ്കിൽ കോടികളുടെ നഷ്ടം വരുന്നും കൂട്ടിക്കോളും. 4:30 ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ പാലം ബ്ലോക്കാണ്, വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. അത് ശരിയാകുന്ന കരുതി, ഇല്ല, ശരിയാവുന്നില്ല. അപ്പോഴല്ലേ സമയത്തിന്റെ വില അറിയാം. ഏതായിരുന്നാലും അവിടെ നിന്ന് പോകുന്ന വേറെ ഏതെങ്കിലും വഴി കൂടി പോകാൻ നോക്കുമ്പോൾ അതും ശരിയാണില്ല. ഏതായാലും ബ്ലോക്ക് തീർന്ന് മലപ്പുറം കുന്നുമ്മലെത്തിയപ്പോ 5 മണി കറക്റ്റാണ്. ഇവന് ഓഫീസിലേക്ക് എത്തുമ്പോ ഓഫീസ് പൂട്ടി, ലാസ്റ്റ് ആള് ഇറങ്ങണം, ഷട്ടർ താത്തി. അപ്പൊ അങ്ങനെ ചിന്തിക്കും, ഒരു 2 മിനിറ്റ് നേരത്തെ വന്നു. 2 മിനിറ്റ്, ആ 2 മിനിറ്റിന്റെ വില എത്ര? അല്ലെങ്കിൽ നമ്മൾ എത്ര അപ്പോഴാണ് അവന് ഓർമ്മ വരുന്നത്. കാരണം എന്താ? ആ പേപ്പർ ശരിയാക്കാത്തോണ്ടുള്ള ദുന്യാവിലെ നഷ്ടാലോചിച്ചിട്ടാ. എന്നാൽ അതിനൊക്കെ വഴിയുണ്ടാവും. ഒരു വാതിലടിയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും. ദുന്യാവല്ലേ, സാരില്ല. എന്നാ സഹോദര, നിങ്ങൾ ആലോചിച്ചു, സഹോദര, മരണം വരുന്ന സമയത്ത് ഒരു തിരിച്ചുപോക്ക് പിന്നില്ല. ആർക്കും അല്ലാഹു തആല ഒരു സെക്കൻഡ് പോലും പിന്നിക്കൂല. അല്ലെങ്കിൽ ഇപ്പൊ വീടിന്റെ ഗൃഹപ്രവേശനം നടക്കുമ്പോ അന്ന് മരിക്കുന്ന ആള് ചിന്തിച്ചു കൊടുക്കൂലേ? അസ്രായീലിന് അങ്ങനെ ഒരു നല്ല മനസ്സ് തോന്നുകയാണെങ്കിൽ ഇന്ന് കുടിയിരിക്കൽ കഴിഞ്ഞ നാളെയാണെങ്കിൽ ഒറ്റ ദിവസം പാർത്തോട്ടെ, ഇല്ല. സഹോദര, കല്യാണ ദിവസം മരിക്കുന്ന പുതിയാപ്പിള, നവവരൻ, വധു, ഒറ്റ ദിവസം കടന്നുറങ്ങാനുള്ള വകുപ്പ് കിട്ടാത്തവരില്ലേ? പുതിയാപ്പിള പോകുന്ന സമയത്ത് ഹൃദയാഘാതം. എന്താ നമ്മൾ ഓർക്കാത്ത? ചിലപ്പോ ഒരു പക്ഷെ നിങ്ങൾക്കുള്ള കഫം പുടവ ചിലപ്പോ കൂട്ടിലങ്ങാടി ഏതോ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ മരിച്ചാൽ മിക്കവാറും കൂട്ടിലങ്ങാടിക്ക് വരാൻ സാധ്യതയില്ല. എന്റെ നാട്ടിൽ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. أكم من فتى يمسي ويصبح آمنا وقد نسجت أكفانه فهو لا يدري. എത്ര ചെറുപ്പക്കാർ നിർഭയത്വത്തോടുകൂടെ പ്രഭാതവും പ്രദോഷവും കഴിച്ചുകൂട്ടുന്നു. അവന്റെ കഫം പുടവ നെയ്യപ്പെട്ട വിവരം അവൻ അറിയുന്നില്ല. ചിലപ്പോൾ തിരൂരിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിന്റെ മുകളിൽ വരുന്നുണ്ടാവും നമ്മൾ കഫം പുടവ. അത് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം എത്തി, നാളെ നമ്മുടെ ടെക്സ്റ്റൈൽസിലെത്തി. നാളെ നമുക്ക് മരണം സംഭവിച്ചാൽ കഫം കൂടെ വാങ്ങാൻ പോകുന്ന ആള് ആ കടയിൽ തന്നെ പോകും. ചിലപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വെറുതെ ടെക്സ്റ്റൈൽസ് ഒന്ന് നോക്കി, ആരും ഇല്ലല്ലോ, കച്ചവടം തീരല്ല അവിടെ. ഇതും തന്നെ നമ്മൾ വീട്ടിൽ പോയി, നെഞ്ചുവേദന വന്നു, കച്ചവടം ഉണ്ടായി, നമുക്ക് കഫം കൂടെ വാങ്ങാനുള്ള ആൾ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ടെക്സ്റ്റൈൽസിലേക്ക് നോക്കിയിട്ട് നമ്മളെ സുഹൃത്തായിരിക്കും ടെക്സ്റ്റൈൽസിൽ, അവനോട് ഇങ്ങനെ പറയും, ശരി ട്ടോ. അതിന്റെ അർത്ഥം എന്താ? ചിലപ്പോൾ എന്താവും, നമുക്കുള്ള കഫം കൂടെ കുറച്ച് കഴിഞ്ഞാൽ വരൂട്ടാ, ശരിയാക്കിയൊക്കെ. സഹോദര, കച്ചവടക്കാരൻ ചിലപ്പോൾ നമ്മുടെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞിന്നൊന്ന് അങ്ങോട്ട് വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് പത്രം നോക്കുമ്പോൾ അതാ 9 മണിക്ക് കറണ്ട് പോകും, ഈ ഭാഗത്ത് 5 മണിക്ക് തിരിച്ചു വരും. വേഗം പോയി ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തു, ടാങ്ക് നിറഞ്ഞ് അത് ഓഫാക്കി. കുറച്ച് കഴിഞ്ഞപ്പോ ആ പടർ പുകച്ചിട്ട് അറ്റാക്ക് സംഭവിച്ചു. മൂപ്പര് ഒരുക്കി വെച്ചത് മയ്യത്ത് കുളിപ്പിക്കാനുള്ള. ചിലപ്പോൾ മൂപ്പര ഭാര്യ പറയും, മരണമൊക്കെ മൂപ്പര് നേരത്തെ കണ്ടീനും, വെള്ളം വരെ വെറുതെ പറയാം. യാദൃച്ഛികം. സഹോദര, ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ. നമ്മളിങ്ങനെ എല്ലാ ഒരുക്കങ്ങളും, ചില ആളുകളൊക്കെ ഇങ്ങനെ മുന്നേ കണ്ട് ഒരുങ്ങിയതുപോലെ, അതൊരു ഭാഗ്യമാണ്. മുന്നേ കണ്ട് ഒരുങ്ങിയതുപോലെ ഈ ആഴ്ചയിൽ നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് മരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി ഉടനെ മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒരു തെറ്റിന് പിന്നെ ചാൻസ് കിട്ടിയില്ല. സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി മരിച്ചു. നല്ല ഒരുക്കത്തോടു കൂടെ.
ഏറ്റവും പ്രധാനപ്പെട്ട നാളെ വിജയിക്കാനുള്ള ഒരു ആവശ്യമാണ് ഖുർആൻ പറഞ്ഞത്. സഹോദര, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളൂ. കാരണം മരണത്തിന്റെ ശേഷമുള്ള വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക. ആളുകൾക്ക് മടിയാ, നിസ്കാരം ചിലപ്പോൾ എത്രയും നിസ്കരിച്ചോളും, പെരും പിശുക്കായിരിക്കും, ചെലവാക്കാൻ തോന്നില്ല. അതാണ് പറഞ്ഞ നിസ്കാരം ഭയങ്കര ജാഗ്രതയാണ്. തൗഹീദിനെ പറ്റി പറയുന്ന ചില ആളുകളൊക്കെ ഭയങ്കര ശ്രദ്ധേക്കാരം. റസൂലിന്റെ മഹത്വം പറയുമ്പോൾ ഒരു തലാത്ത് ഉറങ്ങിയമാർക്കിരിക്കുക, അത് ശ്രദ്ധിക്കാതിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? അവർ ഈമാൻ പൂർണ്ണല്ല എന്നാണ്. എന്ത് തൗഹീദ്? റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് തൗഹീദാ? പുത്തൻ പ്രസ്ഥാനക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വം പറയുമ്പോൾ നമ്മളോട് വലിയ അനുഭവമായിരിക്കും, അത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കും. റസൂലിന്റെ മഹത്വം പറയുകയാണെങ്കിൽ ഈ കുന്തിരിക്കം പോയിച്ചാൽ ശൈത്താനുണ്ട് ഒരു പുറത്തിയാടൽ എന്നതുപോലെയാണ്. അവിടുന്ന് എഴുന്നേറ്റ് പോവാ. അത് ശരിയല്ലല്ലോ. റസൂല് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. റസൂലല്ല ഇതൊക്കെ നമുക്ക് തന്നത്, പഠിപ്പിച്ചു തന്നത്. എന്നതുപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരിക്കരുത്, വളരെ ശ്രദ്ധിക്കണം സഹോദര. സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വളരെ ശ്രദ്ധിക്കണം. നരകത്തിൽ സഹോദര ആകാശഭൂമികളുടെ അകലമുള്ള കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള വീതിയുള്ള അത്ര വലിപ്പത്തിലുള്ള ഒരു തേളിനെ പറ്റി അല്ലാഹു റസൂല് പറഞ്ഞു. നരകത്തിലെ ഒരു ശിക്ഷയാണ്. ആ തേളിന്റെ കുത്തേൽക്കുന്ന 5 കൂട്ടക്കാരെ പറ്റി പ്രവാചകർ പറഞ്ഞു. ആദ്യം പറഞ്ഞത് താരിഖുസ് സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉയരത്രണ്ട്, അത്ര ഉയരണ്ട തേളിന്. മശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള വീതി എത്രണ്ട്? അത്ര വീതിയുണ്ട് ആ തേളിന്റെ വീതി. ആർക്കാ കുത്ത്? ഒന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, രണ്ടാമത്തെ സക്കാത്ത് കൊടുക്കാത്തവർ, മൂന്നാമത്തെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, നാലാമത്തത് മദ്യപാനി, അഞ്ചാമത്തെ പള്ളിയിൽ വെച്ച് ശബ്ദിക്കുന്നവൻ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, സക്കാത്ത് കൊടുക്കാത്തവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, മദ്യപിക്കുന്നവൻ, പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നവൻ. ശ്രദ്ധിക്കാറുണ്ടോ? നിസ്കരിക്കുന്ന നമ്മൾ സക്കാത്ത് ചിലർ ശ്രദ്ധിക്കൂല, സക്കാത്തും ശ്രദ്ധിക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കാത്തവരാണ്, കള്ള് ഒഴിവാക്കുന്നവരാണ്. പക്ഷെ പള്ളിയിൽ വെച്ച് സംസാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര പോയിന്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയും പറഞ്ഞത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ. അപ്പോൾ സക്കാത്ത് നിർബന്ധമാണ്, അത് കൊടുക്കണം. അതുപോലെ തന്നെ സഹോദര, ആ സുന്നത്തായ സദഖകളും വേണം. ഇല്ലെങ്കിൽ പടച്ചോൻ നമ്മളെടുത്ത് നടക്കും. 1,00,000 പാത്ത് വെച്ചു, 2,500 സക്കാത്ത് കൊടുക്കേണ്ടതായിരുന്നു, തോന്നിയില്ല. അവസാനം നോട്ട് പിൻവലിക്കുന്ന സാഹചര്യം വന്നപ്പോ ഇതൊന്ന് ചെലവാക്കണം, ഒരു വഴിയില്ല. അപ്പൊ പറയാണ് 1,00,000 തരാം, 80,000 തന്നാ മതി, 20 ചെടുത്തോ. 80,000 പുതിയ നോട്ട് തരണം, 80,000 പുതിയ നോട്ട് മതി, 20,000 ചെടുത്തോ. എന്തായി? 2,500 കൊടുക്കാൻ മടിയുള്ള ആൾ 20,000 കൊടുക്കാൻ തയ്യാറാണ്. സഹോദര, 1 കോടിക്ക് 2.5 ലക്ഷം കൊടുക്കേണ്ടതായിരുന്നു, 1 കോടിക്ക് 2.5 ലക്ഷം സക്കാത്ത് കൊടുക്കേണ്ടതായിരുന്നു. 1 കൊല്ലം പാത്ത് വെച്ചതിന് മടിച്ചു. അതിന് അവസാനം 80 ലക്ഷം തന്നാ മതി, 20 ചെടുത്തോ. 1 കോടി പഴയ നോട്ട്, പുതിയ നോട്ട് 80 ലക്ഷം തന്നാ മതി. ആരാണങ്ങനെ ഉസ്താദെ നിങ്ങൾ എന്നോട് ചോദിക്കരുതേ. കാരണം വല്ല ഇന്റലിജൻസും വന്ന് വിജിലൻസും വന്ന് എന്നോട് ആരൊക്കെ ആയിരുന്നു അതെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഞാൻ പത്രങ്ങളിലും വന്ന വാർത്തകൾക്കനുസരിച്ച് പറയാം. കാരണം കൃത്യമായിട്ട് ആരാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ അതും കൂടി ഒരു കുറവുള്ളൂ. ഞാൻ പറഞ്ഞു തലവേദന. എത്ര ആളുകൾ ലൈഫ് ഈ ഒരു 2 മാസം മുമ്പൊക്കെ എന്തായിരുന്ന അവസ്ഥ? 1 മാസം മുമ്പൊക്കെ ഒരാൾ വേസ്റ്റ് കത്തിച്ച പിറ്റേന്ന് അയലോക്കാരൻ ചോദിക്കണമെന്ന് ഒട്ടരുണ്ടായിരുന്നോ കത്തിച്ച്? അയാൾ കത്തിച്ചത് അടിക്കാട്ടാണ്, ചോദിക്കുന്നത് നോട്ട. നമ്മൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എന്ത് ചെയ്തു, എന്തൊക്കെ വർത്താനെന്ന് ചോദിക്കുന്നതിന് പകരം അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എന്തേ ചെയ്തു, നോട്ടെ. എല്ലാം അതിലേക്ക് തട്ടിച്ചു. കുറെ വളവന്മാരെ കുടുങ്ങി. ഞാൻ പറയുന്നത് സഹോദര, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, സക്കാത്തും സദഖയും നൽകുന്നവരുടെ സമ്പത്തിന് അല്ലാഹു സംരക്ഷണം നൽകുന്ന ഒരു ബടാ മുതലാളിയുടെ കടയിലേക്ക് പോകുന്ന കപ്പല്, കടയിലേക്ക് പോകുന്ന കപ്പൽ പറഞ്ഞാൽ ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പല്, ആ കപ്പല് മുങ്ങി എന്നുള്ളൊരു വാർത്ത മുതലാളിക്ക് ലഭിച്ചു. ഞാൻ അനുഭവം പറയാം. അതെങ്ങാനും മുങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പിന്നെ അയാൾ ഇല്ല എന്നുള്ളതാണ്. അതിനൊക്കെ കഴിഞ്ഞ് തീർന്നു.
നിങ്ങളെ കപ്പൽ മുങ്ങി എന്നുള്ളത് ഫോൺ മുഖേന അയാൾ അറിയിച്ചപ്പോൾ അയാൾ ഉടനെ തന്നെ മാനേജർക്ക് വിളിച്ചു. മാനേജറോട് ചോദിച്ചു, അത്രേ ഈ വർഷത്തെ സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ ചോദിച്ചു. കാരണം അയാളെ ഏൽപ്പിച്ചതാണ്. അയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു കുറവില്ലാതെ കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ല എന്ന് പിന്നെയും ചോദിച്ചു അത്രേ. അപ്പൊ മാനേജർ പറഞ്ഞു, ഉറപ്പിച്ച് തർപ്പിച്ച് പറഞ്ഞു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, 2% കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഉടൻ തന്നെ ഫോൺ ചെയ്ത ആൾക്ക് മറുപടി പറഞ്ഞു അത്രേ. എന്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതിന്റെ കപ്പലാവൂല. അയാളെ ഈമാനാണത്. നോക്കുമ്പോ അയാളെ കപ്പലല്ല. അയാൾ ഖണ്ഡിതമായി പറഞ്ഞു, ഞാൻ സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തതാ, ആ മുങ്ങിയതിന്റെ കപ്പലാവൂല. എന്താ കാരണം? സക്കാത്തും സ്വതക്കയും കൊടുക്കുന്ന ആളുകളുടെ സമ്പത്തിൽ അള്ളാഹു തആല വർധനവും കൊടുക്കും, സുരക്ഷിതത്വം കൊടുക്കും. ബേജാറാണ്ട. പക്ഷെ എന്ത് വേണം? നിർബന്ധ വിഹിതത്തിന്റെ പുറമെ നമ്മുടെ കുടുംബത്തിലും മറ്റും വിഷമിക്കുന്ന ആളുകൾക്ക് ആണ് എടുത്തു കൊടുക്കാനുള്ള മനസ്സിലാണ്. എത്ര പേർക്കുണ്ടത്? എത്ര ഉണ്ടെങ്കിലും പറ്റ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലും നമ്മുടെ ആളുകളാണ്, സ്വന്തം ആളുകളായിരിക്കും. രണ്ട് കൂലിയാണ്. ഒന്ന് കുടുംബ ബന്ധം പുലർത്തിയ കൂലി, മറ്റൊന്ന് സദഖ ചെയ്ത കൂലി. അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് മാനസികമായിട്ട് നല്ല റാഹത്താണ്, ഒരുപാട് പ്രാർത്ഥനകൾ ലഭിക്കും. നമ്മുടെ വീട്ടിലേക്ക് അമ്മായി വരുന്നു, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ അത്യാവശ്യം പൈസയുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മനസ്സുകൊണ്ട് എന്തോ ഒരു പ്രാർത്ഥന ഉണ്ടാവും, എന്തൊരു സ്നേഹം ഉണ്ടാവും. ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ വീട്ടിലേക്ക് വിരുന്നവരാണ്, സാമ്പത്തികമായിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ അമ്മ വിരുന്നു. അമ്മ ബടാ മുതലാളിയാ, 100 രൂപ എടുത്തു, ഇതവിടെ വെച്ചോളിയാണ്. അയാളെ കുതിരാക്കലാവും. ആ 100 പോണ്ട, ആവശ്യമുണ്ടെങ്കിൽ 100 വലുതായിരിക്കും. സഹോദരാ, അതൊക്കെ ശ്രദ്ധിക്കുന്ന എത്രയോ പേരുണ്ട്. ഏതായിരുന്നാലും മരണം വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തോളൂ. മരണം വരുമ്പോ അപ്പൊ പറയും, ഒരല്പം പിന്തിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഒരല്പം, ഏതാനും സെക്കൻഡുകൾ കിട്ടിയാൽ അല്ലാഹുവേ, ഞാൻ സദഖ ചെയ്യാം, നാദാ ഞാൻ സദ്പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം, ഒരല്പം പിന്തിച്ചു തരണേ. അല്ലാഹു പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാൾക്കുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പിന്തിച്ചു കൊടുക്കില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഉള്ളുകള്ളി അറിയുന്നവനാണ്. ആ സമയത്ത് നമ്മൾ കേരിച്ചിട്ട് കാര്യമില്ല എന്നാണ്. എന്തായി? ദുന്യാവ് ഒന്നും ഓൻ ചെലവഴിച്ചിട്ടില്ല, നല്ല കാര്യങ്ങളില്ലെങ്കിൽ ദുന്യാവ് ഓനെ വഞ്ചിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഹദീദ് സൂറത്തിൽ അല്ലാഹു പറയുന്നത്, ഐഹികമായ ജീവിതമെന്ന് പറയുന്നത് അത് വഞ്ചിക്കുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു. സഹോദര, നമ്മുടെ വീട്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ സ്ഥലങ്ങള്, വില്ലകള്, ഷോപ്പിംഗ് കോംപ്ലക്സുകള്, സഹോദര നമ്മുടെ തോട്ടങ്ങള്, എന്തൊക്കെ ഈ ദുനിയാവിലുണ്ടോ അതൊക്കെ വഞ്ചിക്കുന്ന വിഭവങ്ങൾ മാത്രമാണ്. ലുക്മാൻ സൂറത്തിൽ പറയുന്നത്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ഐഹികമായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഐഹികമായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഈ ഐഹികമായ ജീവിതത്തിൽ ഒരുപാട് ഉപകരണങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളിൽ സന്തോഷിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, യാ മൻ യസുറു ബിബൈതിഹി വഅസാസിഹി ലക ഫിസ്സറാ ബൈതും ബിഗൈരി അസാസിഹി. ഒരു കവി പാടുന്നത് നോക്കൂ നിങ്ങൾ, യാ മൻ യസുറു ബിബൈതിഹി വഅസാസിഹി. വീടിന്റെ വിഷയത്തിലും അതിലുള്ള ഉപകരണങ്ങളുടെ വിഷയത്തിലും സന്തോഷിക്കുന്നവനെ, ലക ഫിസ്സറാ ബൈതും ബിഗൈരി അസാസി. പള്ളിക്കാട്ടിലെ ഖബർ, ആ ഖബറിൽ ഒരു വീട് നിനക്ക് വരാനുണ്ട്. അവിടെ ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത വീടാകുന്നു അത്. അതിനെ ഓർക്കണേ നീ. ഈമാൻ കിട്ടിയാൽ മതി, എന്നാ പ്രശ്നമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്താ, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ഏതാ സൂറത്ത്? ഇദാ വഖഅത്തി സൂറത്തിൽ അല്ലാഹു പറയുന്നു, ഇദാ വഖഅത്തി സൂറത്തിൽ അല്ലാഹു പറയുന്നത്, വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. ഒരു മരണപ്പെടുന്ന വ്യക്തി അദ്ദേഹം മുഖറബീങ്ങളുടെ കൂട്ടത്തിലാണോ എങ്കിൽ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. അവനിക്ക് റൗഹുണ്ട്, അവനിക്ക് റൈഹാനുണ്ട്, അവനിക്ക് ജന്നത്തു നഈമുണ്ട്. റൗഹ് എന്ന് പറയുന്നത് ആശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. റൈഹാൻ ഒരു സുഗന്ധ ചെടിയുടെ പേരാണ്.
അതുകൊണ്ടുള്ള ഉദ്ദേശം സഹോദര ഖബറിലെ ആഹാരമാകുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചിന്തിക്ക്, ഈമാനോടുകൂടെ മരിക്കുന്ന ഒരാൾക്ക് ഖബറിൽ ഭക്ഷണമുണ്ട്. അതാണ് റൗഹ് റൈഹാൻ ജന്നത്തു നഈം എന്ന് പറയുന്ന നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്നതാ. ഈമാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി പരക്കം പായുന്നു. നമ്മുടെ ശരീരം നോക്കൂ നിങ്ങൾ. നമ്മുടെ ശരീരത്തിലുള്ള മാംസങ്ങൾ യഥാർത്ഥത്തിൽ പുഴുക്കൾക്കുള്ളതാണ് സഹോദര. നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ അത് മണ്ണിനുള്ളതാണ്. അത് ദ്രവിച്ച് മണ്ണിലതാ ലയിച്ചു പോകുന്നു. നമ്മുടെ സ്വത്തുകളാകട്ടെ അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് അത് യഥാർത്ഥത്തിൽ മലക്കുകൾക്കുള്ളതാണ്. അത് അവർ കൊണ്ടുപോകും. ഇനി നമുക്ക് അവശേഷിക്കുന്നത് നമ്മുടെ അമലുകൾ മാത്രമാകുന്നു. ചിന്തിച്ചു നോക്കൂ സഹോദര. നമ്മുടെ മാംസം, നമ്മുടെ ശരീരത്തിലെ മാംസം, നമ്മുടെ ശരീരം ഉജ്ജ്വലമാകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ആ വടിവ്, അതിന്റെ പ്രൗഢി, നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം, ശരീരത്തിലുള്ള മാംസം അതിൽ വലിയ പങ്ക് വഹിക്കുന്നു സഹോദര. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ആ മാംസം തിന്നത് പുഴുക്കളാണ്. നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ പുഴുക്കളുള്ളിലേക്ക് കിടക്കുന്നു, മലദ്വാരത്തിലൂടെ കിടക്കുന്നു, പൊക്കിൾ കൊടിയിലൂടെ കിടക്കുന്നു, ഒരു സ്ത്രീയുടെ യോനിയിലൂടെ കിടക്കുന്നു, വായയിലൂടെ കിടക്കുന്നു. പുറത്തുനിന്ന് പുഴുക്കളുള്ളിലേക്ക്, ഉള്ളിൽ നിന്ന് പൊട്ടിയൊലിച്ച് പുറത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മറവ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കബറൊന്ന് പൊളിച്ചു നോക്കണം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കബറൊന്ന് തുറന്നു നോക്കണം. ഭീകരമായിരിക്കും സഹോദര, ഭീകരമായിരിക്കും അത്. എന്തേ സഹോദര, ഇന്നലെ മരിച്ച ആളെ നാളെയാണ് മറവ് ചെയ്യുന്നത് എങ്കിൽ ഫ്രീസറിന്റെ സൗകര്യമില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ? ചേർത്തു പോകും സഹോദര. വാസന വരാൻ തുടങ്ങും. എത്ര നല്ല ജീവിയാണ് മനുഷ്യൻ, എത്ര ഉത്കൃഷ്ടമാണ്. പക്ഷേ മരിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ വാസനിച്ചിട്ട് ജീവനുള്ളവർക്ക് അതിലൂടെ നടക്കാൻ കഴിയില്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ ശരീരത്തിന്റെ അവസ്ഥ? ഏറ്റവും നല്ലത് ചീഞ്ഞു പോയാൽ കൂടുതൽ വാസനയുണ്ടാകും. അതാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അതാണ് നമ്മൾ അല്ലാഹുവിനെതിരെ ചെലവഴിക്കുന്നത്. ഓർക്കണം നമ്മൾ സഹോദര. നമ്മുടെ ശരീരത്തിലെ മാംസങ്ങൾ പുഴുക്കൾ തിന്നുമ്പോ, നമ്മുടെ എല്ലുകൾ ദ്രവിച്ചു പോകുമ്പോ, മണ്ണിനാകുമ്പോ, നമ്മുടെ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്കും നമ്മുടെ ആത്മാവ് മലക്കുകളും കൊണ്ടുപോകുമ്പോ നമുക്ക് ആകെ ഇനി കൂട്ടിനുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാകുന്നു, നമ്മുടെ സുഹൃതങ്ങൾ മാത്രമാകുന്നു. നമ്മൾ സുബഹി ജമാഅത്തിന് വന്നത്, നമ്മൾ വിശുദ്ധ ഖുർആന്റെ സഹസ്രിരുന്നത്, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, ഹൃദയം കൊണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്, അത് കാരണം സഹോദര നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും അതാ അല്ലാഹു തആല പ്രതിഫലം നൽകുകയാണ്. ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പക്ഷെ നമ്മൾ ഓർക്കണം, ഇത് ഈ പോയിന്റുകളിലൊക്കെ സെയിൽ ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്കൊരു ഉപകരണം തിരിച്ചു കൊടുക്കുന്ന പോലെ സഹോദര, നമ്മുടെ ശരീരത്തില് ദ്വാരങ്ങളിലൊക്കെ പഞ്ഞിവെച്ച് 2-3 കഷ്ണം തുണിയിൽ കെട്ടിവെച്ച് ഒരു യാത്ര പോകുന്ന രംഗം നമുക്കുണ്ട്. ഓർക്കണം, നമ്മൾ വിശാലമായ നമ്മുടെ വീട്ടിലെ, നമ്മുടെ റൂമിൽ, നമ്മുടെ 4 ചുമരുകൾ സഹോദര, നമ്മുടെ മയ്യത്ത് കുളി കാണുന്ന ഒരു രംഗമുണ്ട്. ഓർക്കണം, നമ്മളത് ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമായിരിക്കും. നമ്മൾ നമ്മുടെ പത്നിയോട് കൂടെ കിടന്ന നമ്മുടെ ബെഡ്റൂം, ആ ബെഡ്റൂമിൽ നിന്ന് കത്തിരി ഒഴിവാക്കി ഒരു പക്ഷേ നമ്മുടെ അയൽവാസികളും നാട്ടുകാരും മയ്യത്ത് കുളിപ്പിക്കാനുള്ള അറേഞ്ച്മെന്റുകൾ ഒരു ആരെങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നിശ്ചലമാകുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ജീവനുണ്ടോ സഹോദര? ജീവൻ പിരിയുന്ന ഒരു സന്ദർഭമുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ അത് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം അശ്ലീലതകൾ കണ്ടിരിക്കുന്ന എത്ര കുടുംബങ്ങളാണ്. പ്രായം ചെന്നവരും വൃദ്ധന്മാരും വൃദ്ധകളും അതുപോലെ സഹോദര സ്ത്രീകളും കുട്ടികളും അടക്കം. രാവിലെ ചില കുട്ടികൾ മദ്രസയിൽ വന്ന് ഉറങ്ങി തൂങ്ങുന്നു. എന്തേ കാരണം? 12 മണിക്കും ആ വീട്ടില് ലൈറ്റ് അണഞ്ഞിട്ടില്ല, ടിവിയുടെ മുന്നിലാ. ഓർക്കുന്നുണ്ടോ ഇവര്? അല്ലാഹു കൊടുത്ത കണ്ണുകൊണ്ട് സഹോദര അശ്ലീലതകൾ കാണുകയാണ്. അല്ലാഹുവിന് എതിർ പ്രവർത്തിക്കുകയാണ്, നന്ദികേട് കാണിക്കുകയാണ്. സഹോദര, മലക്കുകൾ അവരെ ശപിക്കുന്ന ശാപം ചൊരിയുന്ന അവസ്ഥ എത്ര വീട്ടുകാർ ചിന്തിക്കുന്നില്ല? സഹോദര, ചിന്തിക്കുന്നില്ല. വിദേശ മദ്യം സേവിക്കുന്ന എത്ര പേരാണ്? ഓർക്കുന്നുണ്ടോ അവര്?
ഓർക്കുന്നുണ്ടോ അവർ ഈ ദുന്യാവിനോട് വിട പറയുന്നത്? ഓർക്കുന്നുണ്ടോ? ഇല്ല സഹോദര, ചിന്തയില്ല. എത്ര സഹോദരങ്ങളുടെ ഭാര്യമാർ, എത്ര സഹോദരങ്ങളുടെ പെൺകുട്ടികൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ശരീരത്തിലെ ഭാഗങ്ങൾ, മറക്കേണ്ട ഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന എത്ര പേരാണ്? ഓർക്കുന്നുണ്ടോ? ഇവർ ഓർക്കുന്നുണ്ടോ? നിശ്ചലമാകുന്ന ഒരു സമയമുണ്ട്, ഇനിയൊന്നും വേണ്ട. ആ ശരീരത്തെ കുളിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമായി, നീയത്ത് വെച്ച് കുളിക്കണം. എത്ര കുളിക്കാത്തവർ? അങ്ങനെ ഇബാദത്ത് മുഴുവനും ഹറാമായി മാറുന്ന അവസ്ഥ. നോക്കൂ സഹോദര, ലാസ്റ്റ് കുളിപ്പിക്കൽ വരുന്നു. അതാ ഒരു കുളിപ്പിക്കൽ വരുന്നു. അഹങ്കാരത്തോടുകൂടെ നടന്നവനാ, ഒറ്റ ജമാഅത്ത് മുടക്കാത്ത തന്റെ അയൽവാസി പള്ളിയിലേക്ക് പോകുമ്പോ പുച്ഛത്തോടുകൂടെ നോക്കിയതായിരുന്നു. സുബഹിക്ക് ആ സഹോദരൻ ജമാഅത്തിന് പോകുമ്പോ ഇവൻ ആരോഗ്യമുണ്ടാക്കാൻ നടക്കാൻ ഇറങ്ങിയതാണ്. അന്ന് പരിഹാസത്തോടെ നോക്കിയതാണ്. ഇന്നിതാ സഹോദര, ആ പരിഹസിച്ച ആള് മയ്യത്തായി കിടക്കുന്നു. നേരത്തെ പള്ളിയിലേക്ക് പോയ ആ സാധുവായ ആള് മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്നു. ആരെയും അവഗണിക്കരുത്. ഇവന്റെ വയറ് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഉള്ളിലുള്ള മരം പുറത്തേക്ക് വരുന്നു. ആ മരത്തിന്റെ ഗന്ധം മയ്യത്തിന്റെ മയ്യത്ത് കിടക്കുന്ന വീട്ടിലേക്ക്, കുളിപ്പിക്കുന്ന വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വാസന വരാതിരിക്കാൻ, അനുഭവിക്കാതിരിക്കാൻ സഹോദര ഇവിടെ അതാ സുഗന്ധം ഉപയോഗിക്കുന്നു. വെള്ളം നിരന്തരം ഒഴിക്കുന്നു. പുറത്തേക്ക് അതാര് പൈപ്പിടുന്നു. ഒരു സ്പെഷ്യലായിട്ടൊരു കുഴി കുത്തിയിരിക്കുന്നു. ആ പോകുന്ന വെള്ളത്തിൽ ഇവന്റെ മലം കലർന്നാ പോകുന്നത്. ഓർക്കൂ സഹോദര, നമ്മളൊക്കെ എത്ര ദുർബലരാണ്, എത്ര ദുർബലരാണ് നമ്മൾ. നന്നായി ഒന്ന് മുഖത്ത് നോക്കിയാൽ അതിന് ചൂടാകുന്നവർ. അറിയാതെ ഒരു സഹോദരന്റെ വാഹനത്തിന്റെ ടയർ ഒരു കുഴിയിലേക്ക് ചാടിയിട്ട് ഒരൽപ്പം ചളി മേലൊക്കെ തെറിച്ചാൽ അത് മനഃപൂർവ്വം അല്ലെങ്കിൽ വിടേണ്ട കേസാണ്. നമ്മൾ വിടൂല സഹോദര. അറിയാതെ ബസ്സിൽ നിന്ന് കാലിന് ചവിട്ടിയാൽ അത് പ്രശ്നമാക്കും നമ്മൾ. ഓർക്കണം സഹോദര, ജീവനുള്ള ഇവന്റെ മൂക്കിലെങ്ങാനും പഞ്ഞി വെക്കാൻ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഇപ്പൊ പ്രതികരിക്കുന്നില്ല. മൂക്കിലേക്ക് പഞ്ഞി വരുന്ന സഹോദര, എനിക്കും നിങ്ങൾക്കും വരാനുള്ളൊരു ഘട്ടം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. കഷ്ടപ്പെട്ട് നിസ്കാരം നമ്മൾ ഒഴിവാക്കി, ഒരു മരിച്ചെടുത്ത് പോകാൻ സമയമില്ലാതെ, രോഗസന്ദർശത്തിന് സമയമില്ലാതെ, ഒരു നല്ല കാര്യങ്ങൾക്കും സമയമില്ലാതെ നമ്മൾ വെറും വീട് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഓടി നടന്ന് സഹോദര ഹറാമായ രൂപത്തിലൂടെയൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയ വീട്, ആ വീട്ടിന്റെ ഇന്റർലോക്ക് ചെയ്ത മുറ്റത്ത് 4 സ്റ്റൂളുകൾ പരത്തി വെച്ച് മയ്യത്ത് കട്ടിൽ വെച്ച് അതാ സഹോദര അതിലേക്ക് മയ്യത്ത് എടുത്തു വെച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നന്നാവും അത് ചിന്തിച്ചാൽ. ചിന്തിക്കാത്തത് കൊണ്ടാണ്. ചിന്തിക്കൂ സഹോദര, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുണ്ടല്ലോ ഇന്ന്. ആ വീട്ടിന്റെ മുറ്റത്ത് ഒരുപാട് കാറുകൾ വരുന്നൊരു സന്ദർഭമുണ്ട് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകാൻ. കാർ പോർച്ചിലുള്ള നമ്മുടെ കാറത മൗനമായിട്ട് ശാന്തനായിട്ട് നിൽക്കുന്നു. ഇനി ആ കാർ ഡ്രൈവ് പോകാൻ ഇയാളില്ല. ഈ കാറ് വേണ്ട. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം, 6 കാറുള്ള മയ്യത്ത് കട്ടിൽ. ചിന്തിച്ചു നോക്കൂ സഹോദര, വീട്ടിൽ നിന്ന് വാഹനം എടുത്താൽ ഉടനെ ഇയർഫോൺ കാതിൽ വെച്ച് സിനിമാ പാട്ടിന്റെ അകമ്പടിയോടുകൂടെ മാത്രം വാഹനം ഓടിച്ചു പോയവൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറിയില്ലേ? ഇനി സിനിമാ പാട്ട് വേണ്ട. ശാന്തരായ രൂപത്തിൽ ആളുകൾ ചൊല്ലിപ്പോകുന്നു. അതാ ചിന്തിക്കണം നമ്മൾ. ഒരിക്കലും കുലുക്കമില്ലാതിരിക്കാൻ അങ്ങനെയുള്ള സിസ്റ്റം, അങ്ങനെയുള്ള വാഹനം വേണം നമുക്ക്. സാധാ ഒരു കാറ് പോരാ. കോടികൾ വില വരുന്ന കാറിൽ വണ്ടിക്കൊടിയിൽ ചാടിയാലും ഇരിക്കുന്ന ആൾക്കൊരു കുലുക്കാൻ അനുഭവിക്കരുത്. ഇവിടെ സഹോദര, മയ്യത്ത് കൊണ്ട് കട്ടിൽ പിടിക്കുന്ന ആളുകൾ ഒരേ അളവിലുള്ളവരല്ല. അതുകൊണ്ട് മയ്യത്ത് കട്ടിൽ അല്പം കുലുങ്ങിക്കൊണ്ടാണ് പോകുന്നത്. മയ്യത്ത് പ്രതികരിക്കോ? ഇല്ല സഹോദര. ഓർത്തു നോക്കൂ നിങ്ങൾ. എന്താ മനുഷ്യൻ ഇത് ചിന്തിക്കാത്തത്? എന്താ ഇത് ചിന്തിക്കാത്തത് സഹോദര? എന്തുകൊണ്ട് നമ്മൾ ഇത് ഓർക്കുന്നില്ല? ഇതല്ലേ നമ്മൾ ഓർക്കേണ്ടത്? ഇതല്ലേ സഹോദര നമ്മൾ ഓർക്കേണ്ടത്? പുതിയാപ്പിള ഇറങ്ങുമ്പോ ആവേശത്തോടുകൂടെ ഇറങ്ങിയതാണ് നമ്മൾ. അന്ന് അത്ര ഉപയോഗിച്ചിറങ്ങിയതാണ്. അലങ്കരിച്ച കാറിൽ കയറിയതാണെന്ന്. ഇപ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സുഗന്ധത്തിന്റെ വഴി മാറി. അന്ന് ബിരിയാണിയുടെ വാസനയായിരുന്നു ആ വീട്ടിൽ നിന്ന് വന്നിരുന്നത്. അന്ന് ആളുകൾ ആകെ ബഹളമായിരുന്നു. ഉമ്മയും പങ്ങന്മാരും ചിരിക്കുകയായിരുന്നു. ഇന്ന് തേങ്ങലുകൾ മാത്രമാണ് അവിടെ.
കുന്തിരിക്കത്തിന്റെ മണമാണ്. മരിച്ചിടത്ത വാസന എന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രത്യേക മണമാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അരങ്ങൊഴിഞ്ഞാലുണ്ട് കല്യാണ വീട്ടിൽ കസേരകൾ ഒരു കൂട്ടിയിടല്, മരിച്ച വീട്ടിലുണ്ട് കൊണ്ടുവന്ന 4 സ്റ്റൂളുകൾ ഒരു കൂട്ടിയിടല്. ഇത് വ്യത്യാസമില്ലേ? ഇത് വ്യത്യാസമില്ലേ സഹോദര? എല്ലാവർക്കും വരാനുള്ളതാണ്. അതുകൊണ്ട് ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങണം. സദഖ മാത്രമല്ല സഹോദര, സുഹൃതങ്ങൾ അത് പിടിക്കുന്ന സമയത്ത് ഓരോരുത്തരും പറഞ്ഞു പോകും, റബ്ബേ ഒന്ന് ചിന്തിച്ചു തരണേ എന്ന്, ഒരല്പം ചിന്തിച്ചു തരണേ എന്ന്. ആ ഒരു ഖേദം വരാതിരിക്കാൻ സഹോദര നമ്മൾ വേഗം ഒരുങ്ങണം. മിഹ്റാബിന്റെ അരികെ നമ്മുടെ ജനാസ വരും, ആളുകൾ അതാ സ്വഫ് കെട്ടി നിൽക്കും, നമുക്ക് വേണ്ടി നിസ്കരിക്കപ്പെടുന്നു. അതിനുവേണ്ടി നമ്മൾ അതിന്റെ മുമ്പ് നിസ്കാരം തുടങ്ങണം. ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം സഹോദര. ആരെങ്കിലും വാക്കുകൊണ്ടോ കൈകൊണ്ടോ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണേ. എന്തുകൊണ്ട്? പള്ളിയിലെ ഉസ്താദ് പറയും, വാക്ക് സംബന്ധമായിട്ട് വല്ലതുണ്ടെങ്കിൽ പൊറുക്കണം. ചില ആളുകൾ 1-ാം സഫിൽ നിന്ന് കരുതും, ഉസ്താദ് പുറത്തോട്ടെ, ഞാൻ പൊറുക്കൂല, കൊടുങ്ങൂലേ. അത് ഓന്റെ അവകാശമാണത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ആ മിഹ്റാബിന്റെ അരികിലെത്തും, തീർന്നിട്ടില്ല, തുടങ്ങാണ്. ഉറക്കാണ് നമുക്കിപ്പോ. മരണത്തോടുകൂടെ നമ്മുടെ ഉറക്ക് മാറും. അതോടുകൂടെ സഹോദര ആ ഉറക്ക് തീരും. അപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. ഈ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കടമ്പകളാ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. മരണത്തെ ഓർത്താൽ തന്നെ മനുഷ്യന്മാര് നന്നാവും. അങ്ങനെ ഒരു ഘട്ടം എല്ലാവർക്കും വരാണ്ടല്ലോ. എന്താ വേദന! ഈമാനെങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദര ആ സമയത്ത് 1000 അടി ഒരേ സമയത്ത് ലഭിക്കുന്ന പോലെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ജീവനോടുകൂടെ തൊലി ഉരിഞ്ഞെടുക്കുന്ന പോലെ ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ജീവനോടുകൂടെ അവന്റെ തൊലി പറിച്ചെടുക്കുന്നു, ബോധം നഷ്ടപ്പെടുന്നില്ല. എത്ര വേദന! ശരീരം തരിച്ചു പോയിട്ടില്ല, അങ്ങനെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കുക. എത്ര വേദന! ഈമാനില്ലെങ്കിൽ അതിനേക്കാൾ വേദന. വയറ്റിന്റെ ഉള്ളിലാകെ കൂർത്തുമൂർത്ത മുള്ളുകൾ നിറക്കപ്പെട്ടതാണെന്ന് തോന്നിപ്പോകും. അത്രക്കും അസ്വസ്ഥനാണ്. പക്ഷേ ഇത് വിളിച്ചു പറയാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല. മറ്റുള്ളവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ ഖുർആൻ ക്ലാസിന്റെ ആവശ്യമുണ്ടോ? ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? ആളുകളൊക്കെ നന്നായില്ലേ? പള്ളിയിൽ നിന്ന് പോവോ? മരിച്ച വാപ്പാന്റെ അവസ്ഥ, മരിച്ച മകന്റെ അവസ്ഥ, മരിച്ച ഭാര്യന്റെ അവസ്ഥ, മരിച്ച ഭർത്താവിന്റെ അവസ്ഥ, തിരിച്ചും മറിച്ചും ഓരോരുത്തരും അറിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ വേദനയുടെ വലുപ്പം, ഈമാനില്ലാതെ മരിക്കുമ്പോഴുള്ള പ്രയാസത്തിന്റെ വലുപ്പം, ഈമാൻ ഉണ്ടായാൽ തന്നെ നേരിടുന്ന പ്രയാസം അറിഞ്ഞ ആളുകളൊക്കെ നന്നാവൂലേ? അറിയാത്തത് കൊണ്ടാ നമുക്കറിയാൻ കഴിയില്ല. അത് അള്ളാഹു അങ്ങനെ ആക്കിയതാണ്. അപ്പോഴാണ് അദൃശ്യമായ രൂപത്തിൽ ചിലതൊക്കെ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദര വളരെ ആത്മാർത്ഥമായി ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയം തന്നെ നമ്മൾ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ ഇത് പറയാനുണ്ട്. ഈ സൂറത്തിന്റെ അവസാന ഭാഗം. പക്ഷേ നമ്മൾ അങ്ങനെ വിശദമായിട്ടായാൽ ഒരു ഭാഗം എത്തൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കുക. ഈ പറഞ്ഞതിൽ നമ്മൾ പാഠം ഉൾക്കണം. ക്ലാസ് റൂം വഴിയും മറ്റത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. നല്ല ഒരുക്കം നമുക്ക് വേണം. ഇവിടെ പറയണമെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. ഇത് പറഞ്ഞ് ഞാൻ വീട്ടിലെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. ഏത് സമയത്തും സംഭവിക്കാം. ചിലപ്പോൾ വിരോധാഭാസ തോന്നിപ്പോ. എന്താ കാരണം? 10-20 കൊല്ലൊക്കെ സഹോദര ശരീരം തളർന്നു കിടക്കുന്നവർ, വാഹന അപകടത്തിൽ മറ്റും പെട്ടിട്ട് ശരീരം പറ്റേ തളർന്ന് കിടക്കുന്നവർ, മൂക്കിൽ പൈപ്പിട്ട് മൂത്രത്തിൽ പൈപ്പിട്ട് കിടക്കുന്നവർ, ശ്വാസം പിരിയുന്നില്ല, ഒരു മെടിപ്പ്. എന്നാ അതേ സഹോദരൻ പുതിയാപ്പിള മരിക്കുന്നു, വരൻ മരിക്കുന്നു, വധു മരിക്കുന്നു, വീടിന്റെ ഗൃഹപ്രവേശനത്തിന്റെ അന്ന് മരിക്കുന്നു, സഹോദര രോഗം കാണാൻ പോകുന്ന ആള് മരിക്കുന്നു.
ഇങ്ങനെ നടന്നു പോകും. ഇവിടെ കുറച്ച് കുറവുണ്ടെങ്കിലും സാരല്ല, അതിന് ഈ സദസ്സ് നമ്മൾ വരല് ഒരു പ്രചോദനമാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് സൂറത്തുൽ ജുമുഅ. വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വിശദീകരണം തുടങ്ങാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളിയുടെ മുകൾ ഭാഗത്ത് പിന്നെ കോണിക്കൂട് അതുപോലെ തന്നെ കുറച്ച് പണികളും കൂടി നടക്കുന്നുണ്ട്. അപ്പോ പിന്നെ നല്ലൊരു സംഖ്യ 2 ലക്ഷം റുപ്യ അതിന് ചെലവ് വരുന്നാണ് അറിഞ്ഞത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ നമ്മളെ പള്ളിയിൽ. അപ്പൊ ഒരു 50 ചാക്ക് സിമെന്റിലെ അതാണ് വേണ്ടത്. ജല്ലിയും കമ്പിയൊക്കെ ആയില്ലേ? ജല്ലിയായി. ഒരു 50 ചാക്ക് സിമന്റ് അതിലേക്ക് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ക്ലാസ് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ളൊരു ക്ലാസ്. ആയിരക്കണക്കിന് ആളുകൾ പുറത്തുനിന്ന് ശ്രവിക്കുന്നവരും ജീവിതത്തിൽ പകർത്തുന്നവരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ക്ലാസ് ഈ കൂട്ടിലങ്ങാടിയിൽ ഇങ്ങനെ ഒരു സെന്റർ ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മൾ ഈ പള്ളിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 50 ചാക്ക് സിമന്റ് നമ്മുടെ പള്ളിയിലേക്ക് ആവശ്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അത് നമുക്ക് ഖുർആൻ ക്ലാസിന്റെ കീഴിൽ എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാലേ നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകൾ നമ്മളെല്ലാവരും കൂടി അതെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഈ പരിപാടി നടത്തുന്നു. ഇതിന്റെ പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അറിയൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിന് റാഹത്ത് വരാൻ അടുത്ത് വേങ്ങര നമ്മുടെ ഒരു പള്ളിയിൽ ഖുർആൻ ക്ലാസ്സിന് സ്ഥലമില്ലാത്ത പ്രശ്നം, ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ പള്ളിയിൽ വരുന്ന ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകൾ തീരുമാനിച്ചു പള്ളി വലുതാക്കാൻ. കമ്മിറ്റിക്കാരോട് പറഞ്ഞതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് അവരാണ് എടുത്തു അതിന്റെ സംഖ്യ. അപ്പൊ അതും നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ എന്താ ചെയ്യാ, എന്തോ ഒരു വാഹത്തറിയ ഖുർആന്റെ സദസ്സിലേക്കാണ് ആളുകളുടെ ഈ വരം. അപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ നമുക്ക് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിന് ബാത്റൂമിന്റെ പണിയും അതുപോലെ തന്നെ പിന്നെ കോണിക്കൂടിന്റെ പണിയാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊരു 50 ചാക്ക് സിമന്റാണ് ആകെ വേണ്ടത്. അപ്പോ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. നമ്മുടെ കഴിവിന്റെ പരമാവധി എല്ലാം കൂടി ഒന്ന് ഏൽക്കാൻ കഴിയില്ല. എന്നാലും അത് നമുക്ക് ഖുർആൻ ക്ലാസ്സിന് വരുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വക കിടക്കട്ടെ. എന്നാൽ നമുക്കും തന്നെ ഇവിടെ ക്ലാസ് നടത്തുമ്പോൾ ഒരു റാഹത്താണ് അല്ലേ? ഏറ്റവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ 50 ചാക്കും ഒരു സഹോദരനെ ഏറ്റിട്ടുണ്ട്. എന്നാൽ ഇനി ബാക്കിയുള്ളത് അതിന്റെ കമ്പിക്കുള്ള ഏറ്റാ മതില്ലേ? കമ്പി വേണ്ടേ അല്ലേ? അതിനുള്ളത് ഏറ്റാ മതി ഇൻഷാ അല്ലാഹ്. എത്ര വരും വിലന്? എന്തിനാ നമ്മൾ എന്തെങ്കിലും ഒരു വിഹിതം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ. ആ കമ്പിക്ക് ലീക്കാണ് ചെലവാക്കിയത്. അൽഹംദുലില്ലാഹ് 50 ചാക്ക് സിമന്റ് ആയി. ഏകദേശം എത്ര വരും എന്നറിയണമെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുകയാണെങ്കിൽ അത് പള്ളിന്റെ പരിപാലനത്തിനാണ് ഉപയോഗിച്ചത്. എന്തായിരുന്നാലും നമ്മളെ വക എന്തെങ്കിലും നൽകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ റാഹത്തുള്ളൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കുടുംബത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇവിടെ വന്നിരുന്നു. ക്ലാസ് റൂം വഴി ക്ലാസ് സ്ഥിരമായിട്ട് കേട്ടിട്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്നത് നേരിട്ട് കാണണമെന്ന് പറഞ്ഞവിടെ വന്നിരുന്നു. ഒരു ഡോക്ടറാണ്, മഞ്ചേരി അയാൾ കിട്ടുക. അയാളെ വകയുണ്ടെന്ന് ചായ. വിദ്യാസമ്പന്നരായ നല്ല പ്രതിഭകളായ ആളുകൾ നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യമാണ്. അദ്ദേഹം മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ അതിന്റെ റൈറ്റ് കൃത്യമായിട്ട് അറിയില്ല. ഇൻഷാ അല്ലാഹ് അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്താ കൊടുക്കാൻ കരുതിയത് ഇൻഷാ അല്ലാഹ് നമ്മളെ സംഘാടകരെ ഏൽപ്പിക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. കഴിവിന്റെ പരാതി ബുദ്ധിമുട്ടാവുന്നു വേണ്ട. ഇല്ലാത്ത രൂപത്തിൽ ഒരു ബർക്കത്തിന് വേണ്ടി നമുക്ക് നമ്മളെ വക എന്തെങ്കിലും അവിടെ കിടക്കട്ടെ, പള്ളിമ കിടക്കട്ടെ. അതൊരു വരുമാനമാണല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ വിഷയവും അതാണ്. ഏറ്റവും ഫിറ്റായ ഒരു സംഗതിയാണ്. ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ചെലവാക്കേണ്ടത്. അല്ലാഹു നമ്മുടെ സഹോദരന് ആ ഡോക്ടർ ഇതിലേക്കൊന്ന് ചായക്ക് ചെലവ് ചെയ്തത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ മരിച്ചു പോയവരുടെ കുടുംബത്തിലേക്ക്, അവർ ഉദ്ദേശിച്ചവരുടെ ഖബറിലേക്ക് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ സഹോദരന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. ആമീൻ. فاعلم أنه لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم